ലേറ്റ് ആവുമെന്ന് പറഞ്ഞേ. അതുലയുടെ കേസ് അറിയില്ല. അപ്പൊ നീ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. ഇല്ല, അവര് വന്നിട്ടില്ലല്ലോ. എനിക്ക് എങ്ങനെ ഓണാക്കുന്നുള്ള അറിയില്ല. കാണുന്നുണ്ടോ? എന്റെ സ്ക്രീന് കാണുന്നില്ലല്ലോ. സ്ക്രീൻ കാണുന്നില്ല? ഇപ്പൊ കാണുന്നുണ്ട്. ഇതല്ലായിരുന്നു നമ്മളെ പ്രൊജക്ട് പ്രോജക്ട് ആവശ്യമില്ല. പോട്ടെ. പ്രോജക്ട് NV scripts activate CD proj proj CD ഇതിൻ്റെ അകത്ത് ഓസീന proj. എന്തായാലും ടൈപ്പ് ചെയ്യണ്ടേ? അതായത് സെർവർ നമുക്ക് മാപ്പ് എടുക്കണം അല്ലേ? യെസ്. നിങ്ങൾ ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിട്ടില്ലായിരുന്നോ? കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനത്തെ കേസിലൊന്നും? ഇല്ല. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഇപ്പൊ ഡാഷ്ബോർഡിന്റെ കേസിൽ വിനായകന് എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് നമ്മൾ ആ ടെംപ്ലേറ്റർ എൻ്റർ ചെയ്തതിന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ എടുത്തതിൽ വെച്ചിട്ടും വീഡിയോ അയച്ചതിൽ വെച്ചിട്ടും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ചോദിക്കുക. അതായത് ഇപ്പൊ ഇത്രയും കാലം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ വിനായക്? ഈ ഗ്രാഫിക്സ് അതിന്റെ CSS ഒക്കെ സ്റ്റൈൽ ഒരാൾ മൈക്ക് ഓഫ് ആക്കും. അടുത്തടുത്ത് ഇരുന്നിട്ടാണ് പ്രശ്നം. ചേട്ടാ നിങ്ങളെ മൈക്ക് ഓഫ് ചെയ്യും. പുള്ളിയുടെ മൈക്ക് ഓഫ് ചെയ്യും. ചേട്ടാ നിങ്ങളെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യും. ഒരു മിനിറ്റ്. ഇതില് പ്രശ്നം എന്താ വെച്ചാൽ ഒരാൾക്ക് ഒരു സമയത്ത് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും. അല്ല നിങ്ങൾ അടുത്തടുത്തിരിക്കുന്നേ കൊണ്ടാണ്. മൈക്ക് ഓഫ് ആക്കിയാൽ മതി. അല്ല ഒരേ സമയത്ത് രണ്ട് മൈക്ക് വെച്ചാണ്. ഞാൻ മ്യൂട്ടാക്കി. ഓക്കെ ഇനി പറഞ്ഞോ. അതെന്താന്ന് വെച്ചാൽ നമ്മളെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടോ വിനായക്? ചേട്ടാ അതെന്താ വെച്ചാൽ എനിക്ക് നമ്മുടെ CSS സ്റ്റൈലിംഗ് ഇല്ലേ അത് കൊടുക്കാനാണ് എനിക്കിപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം. അതായത് പ്രശ്നം എന്നല്ല, അതെനിക്ക് ആകെ കൺഫ്യൂഷനാണ്. ചില സമയത്തൊക്കെ CSS സ്റ്റൈലിംഗ് എവിടെ യൂസ് ചെയ്യണം, അതായത് കറക്റ്റായിട്ടുള്ള ഒരു ലേഔട്ടിൽ, അതായത് നമ്മൾ ഓരോരോ സെക്ഷൻ കൊടുക്കൂലേ, അപ്പം അതിൽ ഏതൊക്കെ കളറാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളറിൻ്റെ അല്ലെങ്കിൽ ഓരോരോ നമുക്ക് കൊടുക്കേണ്ട ലെങ്ത്ത്, അതിൻ്റെ ലെങ്ത്ത് മെഷർമെൻറ്റ് എത്രയാണ് കൊടുക്കേണ്ടതുള്ള കൺഫ്യൂഷൻ. അതാണ് അതിലാണ് എനിക്ക് ആകെയുള്ള കൺഫ്യൂഷൻ. പിന്നെ നിങ്ങൾ കോഡ് കോഡിംഗ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അപ്പം ആ കോഡ് കോഡിംഗ് മനസ്സിലാക്കാനും ചെറിയൊരു പ്രശ്നം. കോർ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതല്ല, ആ ടേം തന്നെ വേറെ ഉദ്ദേശിക്കുന്നത്. കോർ കോഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ, അത് വേറെ കൺസെപ്റ്റാണ് ഇവിടെ. പിന്നെ നമ്മളിപ്പോ ചെയ്യുന്നത് എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പ് വെച്ചിട്ട്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ ഇതിനകത്ത് ഹോമിനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് home.html എല്ലാം base.html. ഇവിടെ ഈ കണ്ടെയ്നറും BG വൈറ്റും ഷാഡോയും റൗണ്ടഡും ഹൈറ്റും നോസ്ക്രോൾ അല്ല ഹൈറ്റും അല്ല, ബാക്കി എല്ലാ
ക്ലാസ്സസും ബൂട്ട് സ്ട്രാപ്പിൽ നിന്ന് വരുന്ന ക്ലാസ്സുകളാണ്. ഇതിനകത്ത് ഈ ഹൈറ്റും നോസ്ക്രോളും മാത്രമേ നമ്മൾ സ്റ്റാറ്റിക്കിൽ വന്നിട്ട് സ്റ്റൈലിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഹൈറ്റും നോസ്ക്രോളും കണ്ടോ. അപ്പോൾ കോർ കോഡിങ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതി കോഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ബൂട്ട് സ്ട്രാപ്പിന്റെ ക്ലാസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ പേരൊന്നും പെട്ടെന്ന് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടൂല. അതൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ അതൊരു പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ്, ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ക്ലാസ്. നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിട്ടില് ബ്രൗസർ ഈ ഒരു വിട്ടിനെയാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഈ ഒരു വിട്ട് കണ്ടോ, ഈ ഒരു വിട്ടില് നമ്മളുടെ കണ്ടന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇനി കണ്ടെയ്നറിന്റെ CSS പ്രോപ്പർട്ടി അറിയില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ വരും. ഇപ്പോൾ കണ്ടെയ്നർ കണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ട്. ഈ കണ്ടെയ്നർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കും എന്താണ് അതിന്റെ CSS പ്രോപ്പർട്ടി. കണ്ടെയ്നർ കണ്ടോ, കണ്ടെയ്നർ ഓരോ ഡിവൈസിലും എങ്ങനെ വർക്ക് ചെയ്യും, ഓരോ വിട്ടിലും എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. സോ 1400 പിക്സലിന്റെ മുകളിലേക്കുള്ള സ്ക്രീനുകളിൽ ഇപ്പൊ ഈ സ്ക്രീനിന്റെ സൈസ് 1920 ആണ്. അപ്പം 1920 ഇതിന്റെ മാക്സിമം വിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും. പിന്നെ അത് കുറയും, 1200 ആവുന്ന സമയത്ത് അത് കുറയും, 1240 ആവും. 992 പിക്സൽസ് ആവുന്ന സമയത്ത് പിന്നെയും കുറയും. പിക്സൽ കുറയുമ്പോൾ പിന്നെ ഇതിന്റെ അളവ് കുറയും. അപ്പൊ ഓരോ അളവുകളിലും ഇതിന്റെ അളവ് എത്രയാണ്, അതിന്റെ മാക്സിമം വിട്ട് എത്രയാണെന്നുള്ളതാണ് കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ പറയുന്ന ഇതിന്റെ പ്രത്യേകത. ഇനി ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കണ്ടെയ്നർ മാത്രമല്ല, കണ്ടെയ്നർ LG ഉണ്ട്, കണ്ടെയ്നർ MD ഉണ്ട്, കണ്ടെയ്നർ SM ഉണ്ട്, കണ്ടെയ്നർ XL ഉണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇതിനകത്ത് കോഡിനകത്ത് ചേഞ്ചസ് വരുത്തുക എന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടെയ്നറിന് പകരം ഞാൻ കൊടുക്കുകയാണ് കണ്ടെയ്നർ ഇവിടെ കണ്ടെയ്നർ LG കൊടുക്കുക എന്ന് വിചാരിച്ചു. അത് ലാർജ് സ്ക്രീനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. LG കൊടുത്തു. ഞാൻ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റണ്ണിങ് ആണ്. ഓക്കെ കണ്ടെയ്നർ LG ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടെയ്നർ LG ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ. അപ്പൊ കണ്ടെയ്നർ LG ഓരോ സ്ക്രീനിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്നുള്ളത് താഴെ എങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, കുറച്ച് ക്ലാസ്സുകൾ ഉണ്ട് ഇങ്ങനെ. അപ്പൊ ആ ക്ലാസ്സുകളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ഇതിപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ BG വൈറ്റ്, BG എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ടിനെല്ലാം BG എന്ന് തന്നെ പറയാം. ടെക്സ്റ്റിന്റെ കളർ മാറ്റാൻ നമ്മൾ ടെക്സ്റ്റ് ഹൈഫൺ കളറിന്റെ പേര് അങ്ങനെയാണ് കൊടുക്കുക. മനസ്സിലായില്ലേ. അപ്പൊ മെയിൻ ആയിട്ട് 2 കളേഴ്സേ വരുന്നുള്ളൂ. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളറാണ്, ഒന്ന് ടെക്സ്റ്റ് കളറാണ്. സോ ബാക്ക്ഗ്രൗണ്ട് കളറിന് നമ്മൾ BG എന്ന് കൊടുക്കും സ്റ്റാർട്ടിങ്ങിൽ. ടെക്സ്റ്റ് കളർ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ടെക്സ്റ്റ് എന്ന് കൊടുക്കും. പിന്നെ ഹൈഫൺ കഴിഞ്ഞിട്ട് എഴുതുന്ന ഈ ഒരു ടെക്സ്റ്റിനകത്ത് എന്ത് എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ വന്നിട്ട് ബൂട്ട്സ്ട്രാപ്പ് കളേഴ്സ് എന്ന് പറഞ്ഞ അടിച്ചാൽ മതി. അപ്പൊ അതിനകത്ത് വരും ബൂട്ട്സ്ട്രാപ്പ് കളേഴ്സ്. ഇതുണ്ടോ, ഈ വരുന്ന സാധനങ്ങളാണ് കളേഴ്സ്. പ്രൈമറി, സെക്കൻഡറി, സക്സസ്, ഡേഞ്ചർ, വാർണിംഗ്, ഇൻഫോ, ലൈറ്റ്. ഇങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട് ബൂട്ട്സ്ട്രാപ്പിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോഡിനകത്ത് സ്റ്റൈലിംഗ് വരുത്തുക. ഈ ബൂട്ട്സ്ട്രാപ്പിലുള്ള കളേഴ്സ് അല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു കളർ ബൂട്ട്സ്ട്രാപ്പിലുള്ള കളർ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ കളറിന്റെ പ്രോപ്പർട്ടി ഞാൻ CSSനകത്ത് ആഡ് ചെയ്തു. കണ്ടോ, നോവ ആക്റ്റീവ് കളർ. ഇത് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആയിട്ട് കൊടുക്കുക. അപ്പൊ നാളെ കസ്റ്റമർ നമ്മളോട് പറയാം, എനിക്ക് ഈ കളർ വേണ്ട, എനിക്ക് പകരം എന്താണ് നോവേന്റെ ഈ ഒരു കളർ മതി. നമ്മളുടെ നോവ IT പാർക്ക് എടുക്കാം അല്ലെ, നോവ ITpark.com. സൈറ്റൊക്കെ പോയിട്ടുണ്ട് നസ്മജി. നോവ IT പാർക്ക്. വൈറസ് കയറിയിട്ടുണ്ട്. അപ്പൊ നോവ ഷിനൂബ് സാർ പറയാണ് നമുക്ക് ആ കളർ വേണ്ട, നമുക്ക് ഈ ബ്ലൂ മതി എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ ബ്ലൂ കളർ അങ്ങ് എടുക്കും. അപ്പൊ കളർ കോപ്പി ആയി. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ കളർ അങ്ങ് മാറ്റി കൊടുക്കുക. ഈ ഹാഷ് ഇതെന്നുള്ളതിന് പകരം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സെക്കൻഡറി അല്ലെങ്കിൽ ആക്റ്റീവ് കളർ ബ്ലൂ ആയി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ ആ കളർ ഉണ്ടോ ആ കളറെല്ലാം മാറി. കണ്ടോ, അപ്പൊ ബ്ലൂ വന്നു. സിമ്പിൾ ആണ് കാര്യം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എവിടെയൊക്കെ കളർ വേണം അവിടെയൊക്കെ എന്ത് ചെയ്യും, ആ വേരിയബിളിനെ കോൾ ചെയ്യുന്നത്.
കണ്ടോ ഇവിടെ നമ്മൾ നോവ നാവ് ലിങ്ക് പ്രൈമറി കളർ എന്ന് പറഞ്ഞ കോളേജ്, പിന്നെ ഇവിടെയും പ്രൈമറി കളർ, സെക്കൻഡറി കളർ, ഇവിടെ ആക്റ്റീവ് കളർ. അപ്പൊ നമ്മൾ ആ വേരിയബിൾ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് വേണമെന്നില്ല, ആക്റ്റീവ് കളറിന് ഇമ്പോർട്ടന്റ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നേരത്തെ എന്തോ ബഗ് ആയിരുന്നു അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബേസ്, ഹോം, നാവ് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പിന്നെ സംസാരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ലോഡ് ആവുന്ന ടെംപ്ലേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എങ്ങനെ നമ്മൾ ആ ടെംപ്ലേറ്റിനെ കണ്ടുപിടിക്കുക? ഇവിടെ കണ്ടോ, ഇവിടെ ലിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല, നത്തിങ്, ബ്ലാങ്ക് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് urls.py പോകും. ഏത് urls.py പോകും? പ്രൊജക്ട് ഫോൾഡറിനകത്തുള്ള urls.py പോകും. നമ്മൾ ഇവിടെ നോക്കും, ഇവിടെ ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾ home.urls പോകണമെന്ന, ഹോമിനകത്തുള്ള urls പോകണമെന്നാ പറഞ്ഞത്. സോ പ്രോജക്റ്റ് ഞാൻ ഇവിടെ ഓഫ് ആക്കി വെച്ചിട്ട് ഹോം എടുത്തിട്ട് അതിനകത്തുള്ള urlsലേക്ക് വന്നു. ഇവിടെ വരുന്ന സമയത്ത് ഒറ്റ URL ഉള്ളൂ. ആ URLന്റെ പാത്ത് ഒന്നുമില്ല, അതാണ് നമുക്ക് വേണ്ട പാത്ത്. സോ ഹോമിലേക്ക് അത് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഹോം ആണ്. ഹോമിൽ പോയി നോക്കുന്ന സമയത്ത് അത് റിട്ടേൺ ചെയ്യുന്ന HTML home.html ആണ്. home.html ആണ്. ഇതാണ് home.html. പക്ഷെ home.html നമ്മൾ വന്ന് നോക്കുമ്പോൾ HTML ആയിട്ട് നമുക്ക് ഒറ്റ സാധനം കാണാൻ പറ്റുന്നുള്ളൂ, h1 this is home. ഏതാണത്? h1 this is home ആണ്. സോ h1 this is home എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ലോഡായി കിടക്കുന്നുണ്ട്. അതെങ്ങനെയെന്നുള്ളതാണ് പിന്നെ നമ്മൾ ഡിസ്കഷനിൽ വരുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്? എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള ടെക്നിക്ക്. എന്തിനാ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? എല്ലാ പേജിലേക്കും നമ്മൾ ഈ ഒരു സാധനം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കും. സോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മൾ base.html അകത്തുനിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. base.html വന്ന് നോക്കുന്ന സമയത്തോ അവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും. നമ്മൾ മുന്നേ എഴുതി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് കോഡ് നമുക്ക് ആവശ്യമില്ല. കംപ്ലീറ്റ് കോഡ് ഈ സാധനങ്ങൾ മുഴുവൻ എവിടെ കിടക്കുന്നുണ്ട്? നമ്മുടെ base.html കിടക്കുന്നുണ്ട്. പക്ഷെ base.html നമ്മൾ ഒരാളെ മാത്രം ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതാരാണ്? ഇവിടെ ഇൻക്ലൂഡ് nav.html എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്, നാവിഗേഷൻ ബാർ മാത്രം. സോ അത് വരുന്നത്, ആ ഒരു സെക്ഷൻ വരുന്നത് മാത്രം ഇവിടെ നിന്നാണ്. ഇനി ഈ home.html ഞാൻ ബ്ലോക്ക് കണ്ടന്റ് എന്ന് എഴുതിയിട്ട്, അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന നിർബന്ധം എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിന്റെ ഉള്ളിലാണ് ഞാൻ ദിസ് ഇസ് ഹോം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ base.html വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഞാൻ ഒരു ബ്ലോക്ക് കണ്ടന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. സോ ഈ ബ്ലോക്ക് കണ്ടന്റ് എവിടുന്ന് വരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനെ ഏത് പേജാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതിനകത്ത് വരുന്ന ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് ടാഗിനകത്ത് വരുന്ന കണ്ടന്റ് ആയിരിക്കും ഇവിടെ ലോഡ് ആവുക എന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഈ പറയുന്ന ഒരു സെക്ഷൻ, ഈ ഒരു ഏരിയ ലോഡായി മൊത്തത്തിൽ വരാനുള്ള കാരണം. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒന്നുകൂടെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞുതരാൻ, കുഴപ്പമില്ല. ഹലോ, ഒന്നും കൂടെ പറഞ്ഞോളൂ, എനിക്ക് ഒന്നുകൂടെ മനസ്സിലായി. ഓക്കെ, അതായത് നമ്മൾ നമ്മളെ ഫുൾ കോഡ് എന്ത് ചെയ്തു? ഈ base.html ആദ്യം എഴുതി വെച്ചു. അതിന്റെ മുകളിൽ നമ്മൾ സ്റ്റാറ്റിക് ലോഡ് ചെയ്തു. സ്റ്റാറ്റിക് ലോഡ് ചെയ്യുന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, ഇനി നമ്മളെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് പറഞ്ഞ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞ പേജ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇത്രയും സാധനങ്ങൾ പിന്നെ ലോഡായി അല്ലെ? ഇതിനകത്ത് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമുക്ക് വ്യത്യാസമുള്ളൂ. ബാക്കി ഈ സംഭവങ്ങളും അല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഐക്കൺസും ഒക്കെ സെയിം ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളൊക്കെ പിന്നെയും പോയിട്ട്, നോർമൽ കേസിലാണ് ഞാൻ പറയണേ, നോർമൽ കേസിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളൊക്കെ പോയിട്ട് ഈ complaints.html എന്ന് പറയുന്ന ആ ഒരു പേജിനകത്ത് ഞാൻ കൊണ്ടുപോയി എഴുതി വെക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? കാരണം ഈ സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം? പിന്നെയും എഴുതി വെക്കണം. നാളെ കസ്റ്റമർ പറയാ എനിക്ക് ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ട്, ഇവിടെ എനിക്ക് കംപ്ലൈൻറ്റ്സ് വേണ്ട, എനിക്ക് കംപ്ലൈൻറ്റ്സ് മുകളിലും യൂസേഴ്സ് താഴെ വേണമെന്ന് പറയാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോക്ക് വേണ്ടാന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മുഴുവൻ, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ കളർ മാറ്റണം, ഈ ഒരു ബ്ലാക്ക് കളർ വേണ്ട, എനിക്ക് വേറൊരു കളർ വേണമെന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പേജിലും നമ്മൾ പോയിട്ട് ഈ കളറിന്റെ ക്ലാസ് മാറ്റി കൊടുക്കേണ്ടി വരും അല്ലെ? അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് വൺ ഷോട്ടിൽ കാര്യം നടക്കണം. അതാണല്ലോ പ്രോഗ്രാമർ ഫ്രണ്ട്ലി. അല്ലെങ്കിൽ പ്രോഗ്രാമർ എന്ത് ചെയ്യണം? എല്ലാ പേജിലും പോയിട്ട് മാറ്റി മാറ്റി കൊടുക്കണം. അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈത്തന്റെ അകത്തുള്ള ഒരു ടെക്നിക്കാണ് ഈ എക്സ്റ്റെൻഡ് ചെയ്യിക്കുക എന്നുള്ള ടെക്നിക്ക്. അതായത് നമ്മളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെക്കുക. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് മാറണ്ടാത്ത കണ്ടന്റുകൾ മുഴുവൻ നമ്മൾ ഒരു പേജിൽ എഴുതി വെക്കുക.
മാറേണ്ട കണ്ടന്റുകൾ നമ്മൾ വേറൊരു പേജിൽ എഴുതി വെക്കുക. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. സോ ഇതിൻ്റെ അകത്ത് മാറണ്ടാത്ത കണ്ടന്റുകൾ ഏതൊക്കെയാണ്? ഈ ഒരു സെക്ഷൻ മാറേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇതിന്റെ ഒരു ഡിവിഷൻ മാറേണ്ട ആവശ്യമില്ല. ഈ ഡിവിഷന്റെ ഉള്ളിലുള്ള ഈ എഴുതിയിരിക്കുന്ന കണ്ടന്റുകൾ ഒഴികെ ബാക്കി ഒന്നും മാറേണ്ട ആവശ്യമില്ല, അല്ലെ? ബാക്കി എല്ലാം എല്ലാ പേജിലും സെയിം ആയിട്ട് തന്നെ ഉണ്ടാവണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മാറണ്ടാത്ത സാധനങ്ങൾ മുഴുവൻ base.html, അതായത് ബേസ് ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രം നമ്മൾ എവിടെ എഴുതി വെച്ചു? base.html എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മൾക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ കോഡ് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഈ navigation.html ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. അത് മാറ്റിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. navigation.html എന്ന് പറഞ്ഞ വേറെ ഒരു എന്താ പറയണേ HTML ഉണ്ടാക്കിയിട്ട്, HTML പേജ് ഉണ്ടാക്കിയിട്ട് അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ പിന്നെ എനിക്ക് മാറേണ്ട കണ്ടന്റ് എവിടെയുള്ളത് നോക്കി. ഈ ഒരു സെക്ഷൻ എനിക്ക് മാറേണ്ടത്. സോ അത് മാറുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ പ്രോഗ്രാമിന്, HTML പേജിന്? അത് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ എന്ത് കൊടുത്തേ? ഇവിടെ ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ഇട്ട് കൊടുത്തത്. മനസ്സിലായേ? സോ ഈ ബ്ലോക്ക് കണ്ടന്റ് അതിനകത്ത് എന്ത് വരണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എവിടെയാ? ഹോം പേജിനകത്ത്. കാരണം ഹോം പേജ് ആണല്ലോ റെൻഡർ ചെയ്യുന്നത്. അപ്പൊ പ്രോഗ്രാം ഹോം പേജിൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പറയും പ്രോഗ്രാമെ ഒരു കാര്യം ചെയ്യേ, ആദ്യം ഹോം എന്ന് പറയുന്നതിനകത്ത് base.html എന്ന് പറയുന്ന ഒരു HTML പേജ് ഉണ്ട്, അതിന്റെ ഒരു കോപ്പി എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടോ. അതായത് അതിന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തോ എന്നാണ് പറയാം. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് കോപ്പി എടുത്തിട്ടോ എന്ന് പറഞ്ഞത്. അതിന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ആ പേജിനെ മുഴുവൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇല്ല കേട്ടോ അവിടെ. ആ പേജിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ഇങ്ങനെ വന്നു. ഇപ്പൊ എന്താ പറയണേ, ബ്ലോക്ക് കണ്ടന്റ് ഇല്ല, ഇത്രയും സാധനങ്ങൾ വന്നു. അയ്യോ, ഇതല്ല നമ്മളെ പേജ്, ഹോം അല്ലേ? ഇതാ ഇത്രയും സാധനം ഇങ്ങനെ വന്ന് നിന്നു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത സമയത്ത്. കണ്ടോ? പിന്നെ ഓക്കെ, നമുക്ക് ഇത്രയും സാധനങ്ങൾ വന്നു എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ. ഇത്രയും സാധനങ്ങൾ വന്നു. എന്താ ഇവിടെ ടൈറ്റിൽ പോലും വന്നിട്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വന്നു. അതായത് ഈ ഒരു പേജ് അങ്ങനെ തന്നെ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് വന്നു എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ. ഇനി ഇതിനകത്ത് നമുക്ക് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? എവിടെയൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറഞ്ഞ ടാഗ് ഇട്ട് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ടൈറ്റിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ബ്ലോക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ബ്ലോക്ക് ടൈറ്റിൽ എഴുതി വെച്ചു. പിന്നെ ഇവിടെ ടാഗ് കൊടുത്തിട്ടുള്ളത്, പിന്നെ ടാഗ് കൊടുത്തിട്ടുള്ള ബ്ലോക്ക് കണ്ടന്റ് ആണ്. അപ്പൊ അത് രണ്ടും ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇട്ട് കൊടുത്തു. ബ്ലോക്ക് ടൈറ്റിൽ ഇട്ട് കൊടുത്തു, പിന്നെ ബ്ലോക്ക് കണ്ടന്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് ഇവിടെ എന്ത് വന്നു? ടൈറ്റിലിന്റെ സ്ഥാനത്ത് ടൈറ്റിലും വന്നു, കണ്ടന്റ് എവിടെയാണോ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് അവിടെ ദിസ് ഇസ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടന്റ് അവിടെ വന്നു. ക്ലിയർ ആണോ വിനായകനെ? ക്ലിയർ ആണ്. അല്ലെങ്കിൽ പറഞ്ഞോ, നമുക്ക് വഴി ഉണ്ടാക്കാം. വേറെ മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ഓക്കെ ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? അപ്പം ഇതിനകത്ത് ഓക്കെ, ഇനി നിങ്ങളുടെ ഈ ഒരു മോഡൽ ഇല്ലേ, ഇത് ആക്ച്വലി ഇൻകംപ്ലീറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയ മോഡല്. ലൈക്ക് കംപ്ലൈൻസ് മോഡൽസ്. ഇതിനകത്ത് നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഈ പറയണ ഈ പിക് പോയിന്റ്സ് ഇങ്ങനത്തെ ട്യൂപ്പിൾസ് ഒക്കെ ഞാൻ എടുത്തിട്ട് തൽക്കാലം ഇങ്ങനെ മുകളിൽ കൊണ്ടുപോയി ഇടാം കേട്ടോ. നമുക്ക് ആ ഒരു ഇത് കാണാൻ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഫോം ഫീൽഡ്സ് എന്ന് അറിയാലോ. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ആലോചിക്കും. ഇപ്പൊ നമ്മൾക്ക് എനിക്ക് തന്ന എക്സൽ ഷീറ്റ് എനിക്ക് തോന്നുന്നു ഇൻകംപ്ലീറ്റ് ആണ്. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി മിസ്സിംഗ് ഉണ്ട്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാ? ഒരാൾ വരുന്നു, അപ്പൊ അയാൾ ഒരു കസ്റ്റമർ ആണ്. ആ കസ്റ്റമറിന്റെ പേര് നമ്മളവിടെ എഴുതി. എന്താ അയാൾ കൊണ്ടുവന്നേ? ഐറ്റം എഴുതി. കസ്റ്റമർ ടൈപ്പ് ഏതാണ്? കസ്റ്റമറിന്റെ ടൈപ്പ് ഏതൊക്കെയാണുള്ളത്? പേഴ്സണും കമ്പനിയും ഉണ്ട്, അതും പറഞ്ഞു കൊടുത്തു. കസ്റ്റമർ ഡിസ്ക്രിപ്ഷൻ എന്താണ്? അതായത് കംപ്ലൈന്റ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? കൊണ്ടുവന്നപ്പോൾ കസ്റ്റമർ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം റിമാർക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു കെയർ ഫീൽഡ് ആണ്. മോഡൽസ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് കെയർ ഫീൽഡ് മാക്സ് ലെങ്ത് ബ്ലാങ്ക് നള്ള്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ കൊണ്ടുവന്ന ഐറ്റത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, ഇപ്പൊ സൈഡ് പൊട്ടിയത് അല്ലെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുവരും, അവർ പോലും നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ്. അപ്പം അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഐറ്റംസ് ഡോട്ട് റിമാർക്സ് എന്ന് കൊടുത്തത്. ഇത് ടെക്സ്റ്റ് ഫീൽഡ് ക്യാർ ഫീൽഡ് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫീൽഡ് വേണമെങ്കിൽ അത് കൊടുക്കാം. ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കുന്നതാണ്, കാരണം ടെക്സ്റ്റ് ഫീൽഡ് കുറച്ചും കൂടെ എഴുതാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് മാക്സ് ലെങ്ത് വേണമെന്നില്ല ടെക്സ്റ്റ് ഫീൽഡ് ആവുന്ന സമയത്ത്. ബ്ലാങ്ക് ട്രൂ, നള്ള് ട്രൂ, ഡിഫോൾട്ട് നണ്ണും കൊടുത്താൽ മതി. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് അതിൽ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ബാക്കി ഇനി ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ, വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ രീതിയിൽ. പിന്നെ കസ്റ്റമർ ടൈപ്പ് ആണ് പറയുന്നത്. കസ്റ്റമർ ടൈപ്പ് പറഞ്ഞു, കംപ്ലൈന്റ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, അയാളുടെ അഡ്രസ്സ് പറഞ്ഞു. ഹോം അഡ്രസ് എന്ന് വേണമെന്നില്ല, വെറും അഡ്രസ് ആയാലും കുഴപ്പമൊന്നുമില്ല, എന്തുകൊണ്ടാണ്. പ്ലേസ് പറഞ്ഞു, എവിടെയാണ് കസ്റ്റമറുടെ സ്ഥലം എന്ന് പറഞ്ഞു, റോഡ് പറഞ്ഞു, ലാൻഡ് മാർക്ക് പറഞ്ഞു, ഫോൺ നമ്പർ പറഞ്ഞു. പിന്നെ ഓക്കെ, ഫോൺ നമ്പർ എന്നുള്ള സെക്ഷൻ, ഓക്കെ ഫോൺ നമ്പർ അവിടെ വന്നോട്ടെ. പിക്ക് പോയിന്റ് പറഞ്ഞു, എവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് പറഞ്ഞു, എന്നത്തേക്കാണ് അപ്പോയിന്റ്മെന്റ് വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നാണ് അവർ കൊണ്ടുവരുന്നത്, ചിലപ്പോൾ നമുക്ക് ഓൺ സൈറ്റ് ആണെങ്കിൽ അവിടെ പോയി എടുക്കേണ്ടിയൊക്കെ വരും. അപ്പൊ ഇന്ന് വരേണ്ട, നാളെ നന്നായി എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൊടുത്തത്. അത്രേ ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഈ കംപ്ലൈന്റ് ഒരു സ്റ്റാഫിനെ അസൈൻ ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സാധനം കൊടുക്കാം, അസൈൻഡ് ടു. അസൈൻഡ് ടു മോഡൽസ് ഡോട്ട് എന്തായിരിക്കും, ഫോറിൻ കീ ആയിരിക്കും. ഫോറിൻ കീ ആയിരിക്കും. ഫോറിൻ കീ എങ്ങോട്ടേക്കാ വരുന്നത്, യൂസേഴ്സിലേക്കാ വരുന്നത് അല്ലെ. കാരണം ഈ ഒരു എന്താ പറയണേ, യൂസറിനാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഇപ്പം സ്റ്റാഫ് എന്ന് പറയുന്ന ആള് യൂസറാണ്. അപ്പൊ ആ യൂസറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം കംപ്ലൈന്റ് അസൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താ വേണ്ടി വരിക, അസൈൻ ടു അല്ലാണ്ട് ഡാറ്റാബേസിൽ വേറെ എന്താ വേണ്ടി വരിക. ഇപ്പം നമ്മൾ ഇത് ഔട്ട്സോഴ്സ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നമ്മൾ സ്റ്റാഫിന് കൊടുത്തു. സ്റ്റാഫിന് കൊടുത്തതിന് ശേഷം സ്റ്റാഫ് പറയാണ്, ഈ ഒരു സാധനം എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല സർ, നമുക്ക് പുറത്തേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാ ഔട്ട്സോഴ്സ്ഡ്, ഔട്ട് സോഴ്സ്ഡ്. അപ്പൊ അത് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുണ്ടാവുക. അപ്പൊ നമുക്ക് മോഡൽസ് ഡോട്ട് ബൂളിയൻ ഫീൽഡ് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ടിക്ക് ഇടാനുള്ള ഓപ്ഷനാണ്, ശരിയാണോ തെറ്റാണോ. അപ്പൊ അതൊരു ഡിഫോൾട്ട് ഫോൾസ് ഇട്ട് കൊടുത്തു. നോർമലി അത് ഫോൾസ് ആയിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടിക്ക് ഇട്ട് കൊടുക്കാം. ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്സോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓൺ ആയിക്കും. അത്രേ ഉള്ളൂ, പുറത്തേക്ക് കൊടുത്തു എന്നുള്ള രീതിയിൽ ആയിക്കോളും. ഇനി ഇതിനകത്ത് എന്താ പറയണേ, ആർക്കാണ് ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അതും ഞാൻ ഓൺ ആക്കി വെക്കുകയാണ്. ഇത് യൂസർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യൂസർ. അപ്പം യൂസർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്തുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സംഗതി നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും, യൂസർ ഫീൽഡിലേക്കായിരിക്കും. അവിടെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന യൂസേഴ്സിനെ സ്റ്റാഫിന്റെ കാറ്റഗറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ അതിനകത്ത് ആഡ് ചെയ്ത് വെക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നമ്മളുടെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു ടീമാണ്, അഡ്മിൻ. ഇതിന്റെ പാസ്വേഡ് ഒക്കെ എന്തായിരുന്നു, admin star 1 2 3. ഓക്കെ, ഓക്കെ. ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആളുടെ പേര് ഇപ്പൊ ഗ്രൂപ്പ് എടുത്ത് നോക്കി, ഇതിനകത്ത് അഡ്മിൻ കസ്റ്റമർ സ്റ്റാഫ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് പുതിയൊരു സംഗതി ആഡ് ചെയ്യാണ്. ഇപ്പോ വെൻഡർ എന്ന് പറഞ്ഞൊരു പുതിയ കാറ്റഗറി ആഡ് ചെയ്തു. വെൻഡർ, എന്നിട്ട് ഇത് സേവ് ചെയ്തു. അപ്പൊ പുതിയൊരു കാറ്റഗറി വന്നു, വെൻഡർ. അപ്പൊ ഈ വെൻഡേഴ്സിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ പുറത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ വെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വെൻഡേഴ്സിനെ നമുക്ക് ഇതിനകത്ത് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു കോളം ആഡ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, വെൻഡറിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് എക്സ്പെൻസ് വരുന്നു, വെൻഡർ എക്സ്പെൻസ് വരുന്നു. സോ വെൻഡർ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ്ഡ് എക്സ്പെൻസ്, ഔട്ട്സോഴ്സ്ഡ് എക്സ്പെൻസ്.
ഫ്ലോട്ട് ഫീൽഡ് ആവശ്യമില്ല, നമുക്ക് ഇൻറ്റിജർ ഫീൽഡ് മതി. ഇൻറ്റിജർ ഫീൽഡ് കൊടുക്കും. ഓക്കെ, അപ്പം വെണ്ടറിന്റെ അവിടുത്തെ എക്സ്പെൻസ് എന്താണെന്നുള്ളത് നമ്പർ ആയിട്ട് നമ്മളിവിടെ എഴുതി വെച്ചു. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? വെണ്ടറിന്റെ അടുത്ത് പോയി പിന്നെ ടോട്ടൽ എക്സ്പെൻസ്, ടോട്ടൽ ക്യാപിറ്റൽ വേണ്ട, ടോട്ടൽ എക്സ്പെൻസ്. അതും ഒരു ഇന്റിജർ ഫീൽഡ് ആണ്, ബ്ലാങ്ക് ട്രൂ ആണ്, നൾ ട്രൂ ആണ്. ഇത് കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ കംപ്ലൈൻസിന്റെ അണ്ടറിൽ എന്താ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും മൈഗ്രേഷൻ ടൈമിൽ. അതുകൊണ്ടാണ് ബ്ലാങ്ക് നള്ളും എപ്പോഴും കൊടുത്തിരുന്നത്. പിന്നെ ടോട്ടൽ എക്സ്പെൻസ് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? അപ്പോൾ നമുക്ക് ടോട്ടലുള്ള എക്സ്പെൻസ് അവിടെ ആക്കി വെച്ചു. ഇനി നമുക്ക് ഫൈനൽ സ്റ്റാറ്റസ് അറിയണം. ഫൈനൽ സ്റ്റാറ്റസ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് ബൂളിയൻ ഫീൽഡ് അല്ല കൊടുക്കുക, നമ്മൾ ഇതാ കൊടുക്കുക. നമ്മൾ പുതിയൊരു ചോയ്സ് ഫീൽഡ് ഉണ്ടാക്കും. ഫൈനൽ അണ്ടർസ്കോർ സ്റ്റാറ്റസ്, അത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, പോയോ? സ്റ്റാറ്റസ് അണ്ടർസ്കോർ ചോയ്സസ് ഈക്വൽ ടു എന്തൊക്കെയാ നമ്മളെ ചോയ്സ് ഉണ്ടാവുക? പെൻഡിങ് ഉണ്ട്, കംപ്ലീറ്റഡ് ഉണ്ട്. പെൻഡിങ് എന്നുള്ള ചോയ്സ് ഒരിക്കലും വരില്ല. റിട്ടേൺ. ഓക്കെ, ഒന്നെങ്കിൽ സാധാരണ വർക്ക് ആവില്ല, നിങ്ങൾ കസ്റ്റമറുടെ പറയും ഇത് റെഡി ആക്കാൻ പറ്റില്ല മക്കളെ, കൊണ്ടുപോയിക്കോ, കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പറയും ഓക്കെ, സംഭവം ഓക്കെ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ക്ലാസ്സും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇതിനകത്ത്. കോപ്പി പേസ്റ്റ്, കംപ്ലീറ്റഡ് വിത്ത് ഇഷ്യൂസ്, ഹൈഫൺ വേണമെന്നില്ല, വിത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ട് അതിവിടെ, അതായത് നമുക്കറിയാം ഇത് ഉടനെ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്, ഇത് കംപ്ലീറ്റ് ഓക്കെ അല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റഡ് വിത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസും കൂടെ ആഡ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ഇവിടെ വേണ്ടത് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് തന്നെയാണ്. എന്താ വേണ്ടത്? ക്യാർ ഫീൽഡ് തന്നെയാണ്. പക്ഷെ അവിടെ ഉള്ള പ്രത്യേകത എന്താ? മാക്സ് ലെങ്ത് 30 ചോയ്സസ് ആണ്, സ്റ്റാറ്റസ് ഫൈനൽ ചോയ്സസ് ആണ് കൊടുക്കുന്നത്. ഇതിനകത്ത് നള്ള് ട്രൂ ആണ്, കാരണം അത് ആദ്യമേ നമ്മൾ ഒരിക്കലും ഇട്ട് വെക്കൂല. ബ്ലാങ്ക് ട്രൂ ആണ്. ഓക്കെ, ഇതൊന്നും നമുക്ക് ഫസ്റ്റിലെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് സംഭവം ട്രൂ. ഇനി ഓക്കെ, അപ്പൊ നമ്മളത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സാധനം കൂടെ വേണം നമുക്ക്, ബിൽ എമൗണ്ട്. ലാസ്റ്റ് ബിൽ എമൗണ്ട്, അതെന്താണ്? മോഡൽസ് ഡോട്ട് ഇന്റിജർ ഫീൽഡ് ആണ്, ബ്ലാങ്ക് ഒക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല, ഈക്വൽ ടു ഇടാൻ പറ്റുമോ? പക്ഷേ ഈക്വൽ ടു ഡൺ. അപ്പം അതുമായി അല്ലെ? അപ്പൊ നമ്മളെ കംപ്ലൈന്റ് എന്ന് പറയുന്ന ഈ ഒരു ടേബിൾ, ആ ഒരു ക്ലാസ് ഇവിടെ കംപ്ലീറ്റ്ലി ഫുൾ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൈഗ്രേറ്റ് ചെയ്ത് നോക്കാം. മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും നിങ്ങൾക്ക് എന്തെങ്കിലും ബഗ്ഗല്ല എറേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വൺസ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് പിന്നെയും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് അടിക്കും. സോ മാക്സിമം നിങ്ങൾ പ്ലാനിങ് ഫസ്റ്റിലെ ഉണ്ടാക്കിയിട്ട് ക്ലാസ് സെറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് മൈഗ്രേഷൻ, അതായത് വൺ ടൈം മൈഗ്രേഷൻ നടത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മേക്ക് മൈഗ്രേഷൻസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്ലീസ് പ്രൊവൈഡ് വൺ ഓഫ് ദ ഡിഫോൾട്ട് നൗ അസൈൻഡ് ടു. ഓക്കെ, ഇവിടെ നമ്മൾ നൾ ഈക്വൽ ടു ട്രൂ, ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ. കൺട്രോൾ സി, മൈഗ്രേഷൻസ്. ഓക്കെ, മൈഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. മൈഗ്രേറ്റും റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവർ റൺ ചെയ്യാം. സെർവർ റൺ ആയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതെന്താ എറർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസൈൻഡ് ടു എന്നുള്ള ഫീൽഡിനകത്ത് ഓൾറെഡി ഒരു അതായത് ഈ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ടായിരുന്നു.
അതിന് അസൈൻ ടു എന്ന് പറഞ്ഞ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അസൈൻ ടു എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണമായിരുന്നു. സോ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു അസൈൻ ടു ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സന്തോഷമായി. അതുകൊണ്ടാണ് ഇപ്പം ആ എറർ വന്നതും ആ എറർ സോൾവ് ആയതും. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് നമ്മളുടെ ഡാറ്റാബേസ് ഒന്ന് എടുത്ത് നോക്കാം. എന്തായിരുന്നു ഡാറ്റാബേസിന്റെ പേര്? ലോക്കൽ ഹോസ്റ്റ് PHP മൈനർ. ഇത് നിങ്ങളുടെ ഡാറ്റാബേസ് ഇതല്ലായിരുന്നോ? കംപ്ലൈന്റ് ഫെബ്രുവരി കംപ്ലൈന്റ് എടുത്തു നോക്കുന്ന സമയത്ത് ഇതിനകത്തൊരു കംപ്ലൈന്റ് കിടക്കുന്നുണ്ട്. ഹോം അഡ്രസ്, റോഡ്, ലാൻഡ്മാർക്ക്, ഫോൺ നമ്പർ, പിക് പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ഡേറ്റ്, കസ്റ്റമർ ID, ഐറ്റം ID, പ്ലേസ് ID, അസൈൻ ടു ഇങ്ങോട്ട് ഒക്കെ നല്ലതാകണ്ടോ. അസൈൻ ടു, ബിൽ എമൗണ്ട് ഇവിടെ വന്ന് നടക്കുന്നത് എനിക്ക് അറിയാം എന്തുകൊണ്ടാണ്. ഫൈനൽ സ്റ്റാറ്റസ്, ഐറ്റം റിമാർക്സ്, ഔട്ട്സോഴ്സ്ഡ്, ഈ കാര്യങ്ങളൊന്നും എന്തായിട്ടില്ല, ഫിൽ ആയിട്ടില്ല, ഒക്കെ നല്ലതാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ആ ഡാഷ്ബോർഡ്. ഇനി നമുക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ഈ ഹോമിനകത്ത് ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്ക്രീൻ കാണുന്നത്. ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇത് വേറൊരു ബ്രൗസറിൽ ഇടുക. ലെറ്റ്സ് ഞാൻ ബ്രേവ് തുറന്നിട്ട് ഞാൻ ബ്രേവിനകത്ത് ചുമ്മാ ഈ സാധനം ഇടുക. അപ്പോൾ എനിക്കിത് കാണും. അതായത് ഞാൻ ലോഗിൻ ചെയ്തതും കൊണ്ടല്ല ഞാൻ ഈ പേജ് കാണുന്നത് അല്ലെ. ഇത് പബ്ലിക്കലി അവൈലബിൾ ആണ് ഈ ഒരു പേജ്. അപ്പം ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു പേജ് കാണാൻ പറ്റും. അതൊരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ഇവിടെ വന്നിട്ട് വ്യൂസിൽ വന്നിട്ട് ഈ ഹോം എന്നുള്ള പേജിന്റെ മുകളിൽ ഞാൻ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാണ്. ഫ്രം ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. അതിന്റെ പേര് @login required in Django. നിങ്ങൾ ജസ്റ്റ് ആ പേര് ഓർത്താൽ മതി. അപ്പൊ അത് പറഞ്ഞു തരും എവിടെ നിന്നാണ് അത് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിപ്പോ ജാങ്കോന്റെ ഡോക്യുമെന്റേഷൻ ആണ്. ലോഗിൻ റിക്വയർഡ് എന്ന് പറയുന്ന ഡെക്കറേറ്റർ എവിടെ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക? ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടില്ല. അതാണ് കണ്ടോ, ഒരു സാധനം കിട്ടി. ഫ്രം ജാങ്കോ കോൺട്രിബ് ഓൾ ദ ഡെക്കറേറ്റേഴ്സ്. കോപ്പി ചെയ്യുന്നു, നേരെ ഇവിടെ കൊണ്ടിടുന്നു. വേറെ ഒന്നും നോക്കാനില്ല. അയ്യോ, കോപ്പി ആയിട്ടില്ലേ. കോപ്പി ചെയ്യുന്നു, നേരെ ഇവിടെ കൊണ്ടിടുന്നു. നമുക്ക് എന്ത് മനസ്സിലായി? അപ്പോൾ എല്ലാ ഡെക്കറേറ്റേഴ്സും നമ്മൾ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണ്ടേ. ഫ്രം ജാങ്കോ കോൺട്രിബ് ഓൾ ദ ഡെക്കറേറ്റേഴ്സ്. ലോഗിൻ റിക്വയർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് ചെയ്യുന്നു. ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇത് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കണം. കണ്ടോ? കാരണം എന്താ? നിങ്ങൾ ലോഗിൻ ചെയ്യൂ, ലോഗിൻ ചെയ്തിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ആ പേജ് കാണാം എന്നാണ് ഈ URL നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പബ്ലിക്കലി ഞാൻ അതേ സമയത്ത് ഇപ്പുറത്ത് ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം എനിക്കില്ല. കാരണം എന്താ? ഞാൻ ഇവിടെ ഡാഷ്ബോർഡിലേക്ക് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇവിടെ റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ മോനെ പോയി പണി നോക്കൂ എന്ന് പറയും. സോ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇനിയും ലോഗിൻ ചെയ്യണം. admin star 123. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വരൂലേ? ഓക്കെ, ഇത് അക്കൗണ്ട്സ് നെക്സ്റ്റ് ഒക്കെ ഇതാ വേണ്ടത്. കണ്ടോ, ലോഗിൻ ആയിട്ടുണ്ട്. സോ ഇനി പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല കാണണ്ടേ. ഒരാൾ സൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേജ് അല്ല കാണണ്ടേ. ഞാനിപ്പോ ഇതെടുത്ത് നോക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാണേണ്ടത് ഈ പേജ് അല്ല, ഞാൻ കാണേണ്ടത് ലോഗിൻ ഉള്ള പേജാണ്. ലോഗിൻ ചെയ്യാനുള്ള പേജല്ല ഞാൻ കാണണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ആ പേജ് ഞാൻ ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോമിലേക്ക് വരുന്നു. ജസ്റ്റ് ഞാൻ ഇവിടെ നമ്മളുടെ ടെംപ്ലേറ്റ്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് login.html എന്ന് പറഞ്ഞ പേജ് ഉണ്ടാക്കും. വ്യൂസിൽ വരുന്നു. വ്യൂസിനകത്ത് നമ്മൾ പുതിയൊരു പറഞ്ഞോ, ആരാ പറയാ പേജ് എങ്ങനെ ഉണ്ടാക്കുന്നത്? എങ്ങനെ പറയാം? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ആ പറഞ്ഞോ, ഒരാൾ പറഞ്ഞോ, എന്താ ഞാൻ ടൈപ്പ് ചെയ്യണ്ടേ പുതിയ പേജ് ഉണ്ടാക്കാൻ? വിനായക് നസ്മക്കറിയാം, വിനായകാണ് പറയണ്ടത്. എനിക്കറിഞ്ഞൂടെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ലോഗിൻ ഒന്നും മുന്നേ പറഞ്ഞിട്ടില്ല നസ്മജി?
ലോഗിൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ലോഗിൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളതായിട്ടുള്ള ലോഗിൻ അല്ല, നമ്മൾ ജാങ്കോന്റെ ലോഗിൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി സെക്യൂർ ആയതുകൊണ്ട് നമ്മൾ ആ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ലോഗിന്റെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിബ് ഡോട്ട് ഓത് ആണെന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. ഓത് ഇമ്പോർട്ട് ഇമ്പോർട്ട് നമുക്ക് എന്തൊക്കെ വേണം? ലോഗിൻ വേണം, എനിക്ക് ലോഗിൻ വേണം. ലോഗൗട്ടും ചെയ്യണ്ടേ? സോ ലോഗൗട്ടും വേണം. ലോഗൗട്ട് ഓതന്റിക്കേറ്റിന്റെ ആവശ്യം ഇപ്പം ഇല്ല. ഓക്കെ, ഈ രണ്ട് സാധനങ്ങളും ഞാൻ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ലോഗിന് വേണ്ടിയിട്ട് ഒരു വ്യൂ ഉണ്ടാക്കുക. നമ്മൾ സാധാരണ എങ്ങനെ വ്യൂ ഉണ്ടാക്കുമ്പോൾ ചെയ്യാം? ഡിഫൈൻ ലോഗിൻ വ്യൂ റിക്വസ്റ്റ്. ഇപ്പോൾ അവിടെ താനെ വരും റിട്ടേൺ. താനെ എനിക്ക് തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, റിട്ടേൺ. ഈ സാധനം ഇൻസ്റ്റാൾ ആയിക്കോട്ടെ, ഭയങ്കര ഉപകാരമുള്ള സാധനമാണ്. നമ്മൾ ഇതിനകത്ത് VS കോഡിനകത്ത് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഗിറ്റബിന്റെ ഇതിലെവിടെയോ ഉണ്ടാവും ഇൻസ്റ്റാൾഡ് എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗിറ്റബിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ഇതിനകത്ത്. ഗിറ്റബ് കോപ്പൈലറ്റ് ചാറ്റ്. ഈ സാധനം നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കിയാൽ ഇവിടെ ഇങ്ങനെ ഐക്കൺ വരും. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതി. മിക്കവാറും കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. AI ആണ്, ഗിറ്റബിന്റെ AI ആണ്, കോപ്പൈലറ്റ് ആണ്. മൈക്രോസോഫ്റ്റും ഗിറ്റബും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള, മൈക്രോസോഫ്റ്റിന്റെ AI ആണ് സാധനം, പക്ഷെ അത് ഗിറ്റബിനകത്തേക്ക്. ഓക്കെ, ഗിറ്റബ് മൈക്രോസോഫ്റ്റിന്റെ ആണ്. അപ്പം അവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് VS കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു AI ആണ്. ഭയങ്കര സിമ്പിൾ ആ കോഡ് ചെയ്യാൻ. അതുകൊണ്ട് സോ ലോഗിൻ വ്യൂ റിക്വസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ എന്താ പറയണ്ടേ? ഏത് പേജിന് റിട്ടേൺ ചെയ്യണ്ടേ? ഓക്കെ, നമുക്ക് ഓതന്റിക്കേറ്റും കൂടെ വേണ്ടി വരും. എന്തിനാന്ന് ഞാൻ പറയാം. ഓതന്റിക്കേറ്റ്. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യുന്ന പേജ് റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് ഹോമിനകത്തുള്ള ലോഗിൻ ഡോട്ട് HTML എന്ന് പറഞ്ഞ പേജിനെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് URL വേണം. URL.py നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നു. പാത്ത് ലോഗിൻ വ്യൂസിനകത്ത് ലോഗിൻ വ്യൂ നെയിം ലോഗിൻ. എന്താ സിമ്പിൾ. സോ വ്യൂസിൽ നമ്മൾ വന്നു. നമുക്ക് എന്താ നമ്മളെ URL പോയി? URL ലോഗിൻ എന്ന് പറഞ്ഞിട്ട് URL ഉള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് /login അടിച്ചു. അപ്പൊ ഞാൻ ബ്ലാങ്ക് പേജ് കണ്ടു. എനിക്ക് ഇവിടെ ലോഗിന്റെ ഒരു ഡിസൈൻ ഒക്കെ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഡിസൈൻ ചെയ്യേണ്ടി വരും. സോ ലോഗിൻ എന്ന് പറയുന്ന പേജ് നമ്മൾ മറ്റേ ഇത് ചെയ്യേണ്ട ആവശ്യം, എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡാഷ്ബോർഡ് ഒന്നും നമുക്ക് കാണണ്ട ലോഗിൻ്റെ അകത്ത്, അല്ലേ? സോ ഞാൻ പുതിയതായിട്ടൊരു സാധനം ഉണ്ടാക്കുന്നു. ഇവിടെ ഞാൻ കൊടുക്കണം ലോഗിൻ ടു, അല്ലെങ്കിൽ ലോഗിൻ നോവ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഇനി ബോഡിക്കകത്ത് നമുക്ക് കുറച്ച് സ്റ്റൈൽസും കാര്യങ്ങളും കൊടുക്കാം. ഇത് ഈ പേജിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് ഇട്ട് വെക്കുക. ഇത് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചു മാക്സ് അല്ലെങ്കിൽ ഹൈറ്റ്, ബോഡീന്റെ ഹൈറ്റ്, ബോഡിന്റെ ഹൈറ്റ് 100 വ്യൂ പോർട്ട് ഹൈറ്റ് ആണെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ തൽക്കാലം അത് മതി, ബാക്കി നമുക്ക് വഴിയെ ചെയ്യാം. ഇനി ഞാനിവിടെ ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഫോമും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, അത് നമുക്ക് വേണ്ട. ഇനി നമുക്കൊരു ഡിവിഷൻ വേണം. ഡിവിഷന്റെ സൈസ് ഭയങ്കര ചെറുതായിരിക്കണം, സെൻറ്റർ ആയിരിക്കണം. ഓക്കെ, ഫൈൻ, അവിടെ കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നിങ്ങൾക്ക് നമ്മളെ ലോഗിൻ പേജ് എങ്ങനെ ഉണ്ടാവും ഒന്ന് കാണിച്ചു തരാം. ഇത് Adobe XD എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. UI UX ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. വെബിന്റെ സൈസ്. ഓക്കെ, നമ്മൾ ലോഗിൻ പേജ് ഓൾമോസ്റ്റ് ഉണ്ടാവുക ഇതിന്റെ സെന്ററിലാണ് ഉണ്ടാവുക. ഓക്കെ, കറക്റ്റ് പേജിന്റെ സെന്ററിലാണ് ഉണ്ടാവുക. ഇതിനൊരു ഹെഡിങ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടാവും. കുറച്ച് ബോൾഡ് ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയണമെന്നേ ഉള്ളൂ. ലോഗിൻ. ഇനി ഇവിടെ നമുക്ക് ഒരു ഫോം ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ഒരു കോപ്പി നമുക്ക് താഴെ ഉണ്ടാവും. ഓൾട്ട് എനിക്ക് പിടിച്ച കോപ്പി വരില്ലേ? താഴെ ഉണ്ടാവും. എക്സാക്ട്ലി. ഓക്കെ, ഇനി ഏറ്റവും താഴെ നമുക്ക്
ഇതിന്റെ ഒരു കോപ്പിയും കൂടെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സൈസ് ഒന്നും കൂടെ ഒന്ന് കൂടണം. മൊത്തം സംഗതി ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റർ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യാം. ഇനി ഇവിടെ വന്നിട്ട് ഇതിന്റെ അകത്തൊരു ടെക്സ്റ്റ് ഉണ്ടാവും. ഈ ടെക്സ്റ്റിന്റെ പേര് ലോഗിൻ എന്നായിരിക്കും. ഈ ടെക്സ്റ്റ് ഇതിന്റെ സെന്ററിലേക്ക്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു നീലയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും നമ്മൾ. ലെറ്റ്സ് സേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് നീല കൊടുക്കാം. ഈ ടെക്സ്റ്റിന്റെ കളർ നമുക്ക് വെള്ള കൊടുക്കാം. ഓക്കെ, ഇതിന് രണ്ടിനും ഒരു എന്താ പറയണ ഇതുണ്ടാവും, യൂസർ നെയിം. ഓക്കെ, ഇതിന്റെ കളർ നമുക്ക് ബ്ലാക്ക് ആക്കാം. ഇവിടെ ഉണ്ടാവും പാസ്വേഡ്. അല്ലെ, ഇതാണ് നമ്മളുടെ ഓൾമോസ്റ്റ്, ഇങ്ങനെ ആയിരിക്കില്ല എന്നാലും പറയാം, ഓൾമോസ്റ്റ് നമ്മളുടെ ലോഗിൻ പേജിന്റെ ലുക്ക് ഇങ്ങനെ ഉണ്ടാവുക. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ലുക്ക് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വിഷ്വലി ഒരു ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവരണം. സോ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് ഇല്ല. സോ ഞാൻ ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാം. സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നു, ജസ്റ്റ് ഞാൻ ബൂട്ട് സ്ട്രാപ്പ് CD എന്ന് പറഞ്ഞടിച്ച് ഇത് കോപ്പി ചെയ്യുന്നു, നേരെ ഇവിടെ എടുത്തു. ഇത് സ്ക്രിപ്റ്റ് ആണ്, സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്നു. സ്ക്രിപ്റ്റ് വേണമെന്നില്ല, നമുക്ക് സ്റ്റൈൽ മാത്രം മതി ഈ ഒരു പേജിന്. ഓക്കെ, ഇവിടെ വന്നു, തിരിച്ചു വന്നു. ഇനി ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളുടെ ഡോട്ട് കണ്ടെയ്നർ. കണ്ടെയ്നർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കണ്ടെയ്നർ വേണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്ലാസിന്റെ പേര് കണ്ടെയ്നർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടായിട്ടുണ്ട്, കണ്ടെയ്നർ നിങ്ങളെ കാണുന്നില്ല എനിക്കറിയാം. വെറുതെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ, ഇതാ കണ്ടെയ്നർ വന്ന് കിടക്കുന്നുണ്ട്. ഇനി എനിക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ പേജിന്റെ സെന്ററിലാവണം, അതായത് ഹൊറിസോണ്ടലി സെന്റർ ആവണം, വെർട്ടിക്കലി സെന്റർ ആവണം. അങ്ങനെയല്ല നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഇവിടെ ഹൊറിസോണ്ടലി സെന്റർ ആണ്, വെർട്ടിക്കലി സെന്റർ ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ കണ്ടെയ്നറിനകത്ത് ഞാൻ ഒരു നമുക്ക് ഫോം ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് അലൈൻമെന്റ് ലാസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഫോം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഫോമിന്റെ ആക്ഷൻ തൽക്കാലം ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ലേബൽ ഉണ്ടായിരുന്നു, ലേബൽ ഫോർ യൂസർ നെയിം. മൊത്തം തന്നൂടെ. ലേബൽ ഉണ്ട്, ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്, ടൈപ്പ് ടെക്സ്റ്റ് ആണ്, പിന്നെ അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത ലേബൽ ഉണ്ട്, പാസ്വേഡിന് വേണ്ടിയിട്ട് വന്നോ പാസ്വേഡ്. പിന്നെ നമുക്ക് സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഡൺ. ഇതിനകത്ത് നമുക്ക് ടൈപ്പും കൂടെ കൊടുത്തേക്കാൻ ബട്ടന്റെ. സബ്മിറ്റ്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ വന്നു. ഇനി ഈ ഫോമിന്റെ അകത്തൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിവ് ഉണ്ടാക്കാം. ഡോട്ട് ബോർഡർ എന്ന് പറഞ്ഞ ഡിവ് ഉണ്ടാക്കി. കാരണം ഫോമിന് ചുറ്റും ഒരു ബോർഡർ ഇല്ലേ, അപ്പൊ ചുറ്റും ഒരു ബോർഡർ വന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഒരു ബോർഡർ വന്നു. ഇനി ഇത്രയും പാഡിങ് ഉണ്ട് ഉള്ളോട്ടേക്ക്. സോ ഞാൻ ബോർഡറിന് കൊടുത്തതിന്റെ അവിടെ തന്നെ ഞാനൊരു P5 ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് വന്നു, പാഡിങ് അത്രയും കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഓക്കെ, ഇനി ഇതിന്റെ വിഡ്ത്ത്, ഈ ബോർഡറിന്റെ വിഡ്ത്ത്, അതായത് ഈ ഒരു കണ്ടെയ്നറിനകത്തുള്ള ഈ ഡിവിന്റെ വിഡ്ത്ത് ഭയങ്കര ചെറുതായി. ഇത്രയും വിഡ്ത്ത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എത്ര വിഡ്ത്ത് മതി, നമുക്കൊരു ഇത്ര വിഡ്ത്ത് മതി. സോ ഇത് ലെറ്റ്സ് സേ നമുക്കൊരു 50% വിഡ്ത്താന്ന് വിചാരിച്ചു. സോ W50 കൊടുത്തു. W50 കൊടുത്തു. അപ്പൊ എന്തായി, വിഡ്ത്ത് ഇത്രയും കുറഞ്ഞു. ഇനി എനിക്ക് ഇത് സെന്ററിലേക്ക് മാറണം. അതിന് വേണ്ടി ഞാൻ MX ഓട്ടോ, ഓക്കെ, MX ഓട്ടോ ഇട്ട് കൊടുത്തു. MT5 ഇപ്പൊ വേണ്ട, ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി, സെന്ററിലേക്ക് മാറി. ഇനി എനിക്ക് തോന്നുന്നു ഈ വിഡ്ത്ത് വേണ്ട, നമുക്ക് 50 വേണമെന്നില്ല, ഒരു 25 കൊടുത്ത് നോക്കാം. 25 മതി. ഇനി ഒരു ഹെഡിങ് വേണ്ടേ നമുക്ക്, ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഒരു H1 അല്ല, ഒരു H2 ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ
H2 ഇട്ട് കൊടുക്കുകയാണ്, ലോഗിൻ എന്ന് പറഞ്ഞിട്ട് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ലോഗിൻ എന്ന് പറഞ്ഞു വന്നു. ഇതൊന്ന് സെൻറ്ററിലേക്ക് മാറണം എനിക്ക്, താഴേക്ക് കുറച്ചും കൂടി സ്പേസ് വേണം. അപ്പൊ ഞാൻ 2 ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് സെൻറ്ററിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ക്ലാസ്സിൽ ഞാൻ H1 കൊടുക്കണം, അപ്പോൾ സൈസ് ഒന്ന് കുറയും. സോറി, H2 കൊടുക്കണം, അപ്പോൾ സൈസ് ഒന്ന് കുറയും. ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ഉണ്ട് H2 എന്നുള്ള പേരിൽ. പിന്നെ ഞാൻ പറയാണ് ടെക്സ്റ്റ് സെന്റർ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആണ്. പിന്നെ ഞാൻ പറയാണ് മാർജിൻ ബോട്ടം ഒരു 2 3 2 കൊടുത്തു, സേവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലേ? സോറി, എവിടെ പോയി? കൺട്രോൾ ഷിഫ്റ്റ് div ബോർഡർ പാഡിങ്. ഓ, ഇതല്ലല്ലോ, ഇതല്ലേ H2 ടെക്സ്റ്റ് സെന്റർ. ഓക്കെ, ടെക്സ്റ്റ് സെന്റർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് സെന്ററായി ചെറിയൊരു മാർജിനും ആഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. നോക്കാം നമുക്ക്. ടെക്സ്റ്റ് സെന്ററായി മാർജിൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഓക്കെ, മാർജിനും വന്ന് കിടക്കുന്നുണ്ട്. നമ്മളെ സാധനം എവിടെ? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു 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 ലൈൻ കാണുന്നില്ലേ ഇവിടെ? ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ? ഇതിന്റെ തൊട്ട് താഴെ ലൈൻ കാണുന്നില്ലേ? ഒരു വേറെ കളറുള്ള ഒരു ഓറഞ്ച് കളറുള്ള, അത് മാർജിനാണ്. സോ മാർജിൻ ഒന്ന് കൂട്ടണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ MB2 മാറ്റുക, ഒരു MB3 ഇടുക, അല്ലെങ്കിൽ MB4 ഇട്ടോ, കുറച്ചുകൂടെ കിടക്കട്ടെ. അപ്പൊ എന്തായി? അതൊന്നും കൂടെ താഴേക്ക് ഇറങ്ങി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ലോഗിൻ പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ പറയുന്ന പോലെ ലോഗിൻ പേജ് ഒന്നും കൂടെ താഴേക്കാണ് വരേണ്ടത്, നമുക്ക് ഇത്ര മുകളിലേക്ക് വേണ്ട. സോ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയ ഉണ്ട്. ഈ MX ഓട്ടോ ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്, കാരണം അത് നമുക്ക് ആവശ്യമില്ല. വേറൊരു ക്ലാസ് വെച്ച് നമ്മൾ അതിനെ എന്താ പറയണേ, ബാലൻസ് ചെയ്യും. ഇപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് തന്നെ പോയി. ഇതിന്റെ അകത്ത് ഞാൻ ഡീഫ്ലെക്സ്, ഇത് ഫ്ലെക്സ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ജസ്റ്റിഫൈ, ഇവിടെ വന്നിറക്കുന്നു, ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ, അലൈൻ ഐറ്റം സെന്റർ, ഹൈറ്റ് മാത്രം വേണ്ട. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അലൈൻ ഐറ്റം സെന്റർ ഇവിടെ വർക്ക് ആയിട്ടില്ല, സെന്റർ. ഓക്കെ ഓക്കെ, അപ്പൊ ജസ്റ്റിഫൈ സെന്റർ വർക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുന്നത്. നമുക്ക് അലൈൻ സെന്റർ വർക്ക് ചെയ്യിക്കണം. ഓക്കെ ഫൈൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിവിനകത്താണ് ഈ സാധനങ്ങൾ കൊടുത്തത്, ബോഡിക്കകത്തല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സോ ഈ സംഗതി നമുക്ക് ഇവിടെ അല്ല കൊടുക്കണ്ടേ, ഇത് കട്ട് ചെയ്ത് എഴുതിയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ബോഡിക്കകത്ത. ബോഡി എവിടെ? ബോഡിക്ക് ക്ലാസ് ടു ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ, അലൈൻ ഐറ്റം സെന്റർ. നോക്കട്ടെ എന്താ പ്രശ്നം. ഓക്കെ, ഡീഫ്ലെക്സും ജസ്റ്റിഫൈ കണ്ടന്റ് സെന്ററും നമുക്ക് ഇതിനകത്ത് കൊള്ളാം. ഇപ്പൊ സെന്ററിലേക്ക് വന്നു, പക്ഷെ ലോഗിൻ ബട്ടൺ ചെറുതായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബട്ടണിനകത്ത് പോയിട്ട് ബട്ടന്റെ വിഡ്ത്ത് ഫുൾ ആണെന്ന് പറഞ്ഞു കൊടുക്കുക, W100. ലോഗിൻ ബട്ടൺ ഫുള്ളായി. സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ലോഗിൻ പേജ് ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോവേന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതാണ് നമ്മളെ ഡിസൈൻ. നമ്മൾ പറഞ്ഞത് ഇതാണ് നമുക്ക് കിട്ടിയ ഡിസൈൻ. ഇതിപ്പം ഇൻപുട്ട് ഫീൽഡ് ഒന്നും ഇതേപോലെ കറക്റ്റ് ചെയ്തല്ല, ലൈക്ക് റൗണ്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ബൂട്ട്സ്ട്രാപ്പ് ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ കിടക്കുന്നത്. ഇൻപുട്ടിനകത്ത് ഫോം കൺട്രോൾ എന്നുള്ള ക്ലാസ് ഒന്ന് ഒഴിവാക്കിയാൽ മതി. എവിടെ കണ്ടോ? ഇതിങ്ങനെ കിട്ടും, പക്ഷെ അത് ഫുൾ ലെങ്ത് കിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോം കൺട്രോൾ വെക്കും, എന്നിട്ട് ഞാൻ ഫോം കൺട്രോൾ എന്നുള്ള ക്ലാസ് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുപോയിടും. ബോഡീന്റെ ഹൈറ്റ് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, സ്റ്റൈലിനകത്ത് വന്നിട്ട് ഫോം കൺട്രോൾ എന്ന് പറഞ്ഞ ക്ലാസ്സിന് പ്രത്യേകതയുണ്ട്. ബോർഡർ 0 പിക്സൽ അല്ലെങ്കിൽ ബോർഡർ റേഡിയസ് 0 ആണ്. അത് ഉറപ്പായിട്ടും അവിടെ കൊടുക്കുകയും വേണം, ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് കണ്ടോ, ഇത് നമുക്ക് എന്ത് കിട്ടി? കറക്റ്റ് ബോക്സ് ആയിട്ട് കിട്ടി. ഇനി ബോർഡർ തിക്നെസ് ഒന്ന് കൂട്ടണമെന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മൾ പറയും ബോർഡർ ഒരു 1 പിക്സൽ തിക്നെസ്സിൽ ഉണ്ടാവണം, സോളിഡ് ആണ്, കളറ് നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം. സോ 000. അപ്പം അത് ബ്ലാക്ക് കളറിൽ വന്നു. ഓക്കെ,
ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡർ നമുക്ക് അതുപോലെ ബ്ലാക്ക് ആക്കാം. ഇവിടെ വേറൊരു ബോർഡർ ഉണ്ടായിരുന്നല്ലോ, ബോർഡർ കോമ സെയിം പ്രോപ്പർട്ടീസ് അതിന് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും ബ്ലാക്ക് കളറിലായി. സോ യൂസർ നെയിമും പാസ്വേഡും ലോഗിനും അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഫങ്ഷണൽ ആക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത പരിപാടി. അത് വന്നല്ലോ. ഓക്കെ, അപ്പൊ ലോഗിൻ പേജ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് യൂസർ നെയിം ഒന്നും ക്യാപിറ്റൽ അല്ല, കുഴപ്പമില്ല. നമുക്ക് യൂസർ നെയിമിന്റെ ലേബൽസ് ഒന്നും നമ്മൾ ഇവിടെ നല്ല കൊടുക്കുക. അപ്പൊ തൽക്കാലം ലോഗിൻ പേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ വ്യൂസ് ആണ് നമുക്ക് ഇനി വർക്ക്ഔട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, സോ ലോഗിന്റെ വ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 സാധനങ്ങൾ ഇവിടെ മുകളിൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഗിനും ലോഗൌട്ടും ഓതന്റിക്കേറ്റും. ഇനി നമുക്ക് റിക്വസ്റ്റുകൾ വിളിക്കാൻ ടൈമായി. അപ്പം ലോഗിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ റിക്വസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസിലേക്ക് പോവുകയാണ്. ഈ യൂസർ നെയിമും ഈ പാസ്വേഡും വെച്ചിട്ട് ഒരു വ്യക്തി ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുക ചെയ്യുന്നത്. സോ ആ ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ഫോമിനകത്ത് നമ്മുടെ ആക്ഷൻ നമ്മൾ കൊടുക്കൂല ജാങ്കോയില്, പകരം നമ്മൾ മെത്തേഡ് കൊടുക്കും. HTML പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ പോസ്റ്റ് കൊടുക്കും മെത്തേഡിൽ. THOD മെത്തേഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. സോ ഈ മെത്തേഡ് പോസ്റ്റ് ആണെന്നുള്ള വിവരം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കണം. സോ ഇഫ് റിക്വസ്റ്റ് ഡോട്ട് ഇവിടെ ഫുള്ള് വന്ന് ഓക്കെ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, റിട്ടേൺ എൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. റിക്വസ്റ്റ് മെത്തേഡ് ഞാൻ കൊടുക്കുകയാണ് പോസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് 2 ഫീൽഡ്സ് ഉണ്ട്. ഏതൊക്കെയാ ഉള്ളത്? യൂസർ നെയിമും പാസ്വേഡും ഉള്ളത്. ആ 2 ഇവിടെ പറഞ്ഞു കൊടുത്തു. യൂസർ നെയിം എന്ന് പറയുന്നതിനെ നമ്മൾ ഡാറ്റാബേസിലുള്ള യൂസർ നെയിം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. പാസ്വേഡിനെ നമ്മൾ ഡാറ്റാബേസിലുള്ള പാസ്വേഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. പിന്നെ യൂസറിനെ ഓതന്റിക്കേറ്റ് ചെയ്യണം. ഓതന്റിക്കേറ്റ് എന്നുള്ളതൊക്കെ ജാങ്കോക്കകത്തുള്ള സാധനങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഓതന്റിക്കേറ്റ് ചെയ്യണം. ഓതന്റിക്കേറ്റ് ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് അവരെ തന്നെ എന്ത് ചെയ്യണം? ഈ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഈ യൂസർ നെയിം ആണ്, ഈ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ പാസ്വേഡ് ആണ്. ഈ യൂസർ നെയിമും പാസ്വേഡ് എന്ന് പറയുന്നത് ഈ ലോഗിന്റെ അകത്തുള്ള ഇൻപുട്ടിനകത്തുള്ള നെയിം ആണ്. ID അല്ല, ടൈപ്പ് അല്ല, നെയിം ആണ്. ഓക്കെ, ഇതിനകത്ത് ഇൻപുട്ടിൽ നെയിം കാണുമല്ലോ, നെയിം ആണ്. ഈ നെയിമിനെയാണ് എന്താ പറയണേ, മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ബാക്കെൻഡിലേക്ക് എടുക്കുക. ബാക്കി ഒന്നും എടുക്കൂല. ഈ ടൈപ്പിനെ എടുക്കൂല, ID എടുക്കൂല, ക്ലാസ് എടുക്കൂല, ഒന്നും എടുക്കൂല. ബാക്കെൻഡിലേക്ക് എടുക്കുന്ന സാധനം 90% പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും. അത് പൈത്തൺ ആണെങ്കിലും ജാവ ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും, ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പിന്നെ PHP ആണെങ്കിലും എന്താണെങ്കിലും ഈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഇവനെയാണ് ബാക്കെൻഡിലേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുക. സോ ഈ വ്യൂസിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ സാധനം HTML നെയിം ആണ്. ഓക്കെ, അതിനെ നമ്മൾ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു, പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള വേരിയബിളിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്തു. നമ്മൾ യൂസർ എന്ന് പറഞ്ഞ പുതിയ വേരിയബിൾ ഉണ്ടാക്കി ആ വേരിയബിൾ എന്താ ചെയ്യണം? ഓതന്റിക്കേറ്റ് ചെയ്യാണ്. യൂസർ നെയിമും പാസ്വേഡ് ഓതന്റിക്കേറ്റ് ചെയ്യുക. ഈ യൂസർ നെയിമും ഈ പാസ്വേഡ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓതന്റിക്കേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ അകത്തുള്ള എന്താ പറയണേ കീവേഡ് ആർഗ്യുമെന്റ്സ് ആണ്, ക്വാർഗ്സ് ആണ് ഈ 3 സാധനങ്ങളും. ക്വാർഗ്സും ആർഗ്സും പൈത്തന്റെ അകത്ത് പഠിക്കാനുള്ള സംഭവമാണ്. ഓക്കെ, പിന്നെ ആർഗ്സ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ആണ്, ക്വാർഗ്സ് എന്ന് പറഞ്ഞ കീവേഡ് ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, ഇനി ഇഫ് യൂസർ ഈസ് നൺ, അതായത് യൂസർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഡാറ്റാബേസിൽ ചെക്ക് ചെയ്യും, ഇങ്ങനത്തെ ഒരു യൂസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇനി യൂസർ ഇല്ല എന്നുണ്ടെങ്കിൽ, യൂസർ ഇസ് നോട്ട് നൺ, യൂസർ എന്ന് പറഞ്ഞാൽ ആൾ ഓക്കെ, നോട്ട് നൺ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. അപ്പൊ യൂസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് കൊടുക്കും, അത് നേരെ എന്ത് ലോഡ് ചെയ്യും? home.html ലോഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകും, ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകും. ഒരു മെസ്സേജും എറർ മെസ്സേജും വരും. സോ ഇത് നമുക്ക് വേണമെങ്കിൽ കോണ്ടെക്സ്റ്റിൽ ആഡ് ചെയ്യാം. ഇതുപോലെ ഇവിടെ കോണ്ടെക്സ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഡീഫോൾട്ട് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത് ഈ പേജിലേക്ക് തന്നെയാണ്. നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കോഡും പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതാണ് ഒരു എന്താ പറയണേ ലോഗിൻ പേജിന്റെ എന്താ പറയണേ ഒരു നോർമൽ വ്യൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൽസ് റിട്ടേണിന് പകരം നമുക്ക് ഇവിടെ എൽസ് വേറൊരു സാധനം എഴുതി വെക്കാം. അതാകുമ്പോൾ നമുക്ക് ലോഗിൻ പേജിൽ കാണിക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്കൊരു മെസ്സേജ് ആഡ് ചെയ്യാം. മെസ്സേജ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെസ്സേജിനെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഫ്രം
ജാങ്കോ ഡോട്ട് കോൺട്രിബ് എന്നാണെന്ന് തോന്നുന്നു. ഇമ്പോർട്ട് മെസ്സേജ്, ഇമ്പോർട്ട് ഫുൾ അടിച്ചിട്ടില്ല, ഇമ്പോർട്ട് മെസ്സേജസ്. യെസ്, മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഞാൻ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ എൽസിനകത്ത് പറഞ്ഞു കൊടുക്കുകയാണ് മെസ്സേജ് ഡോട്ട് എന്തായിരുന്നു, മെസ്സേജ് ഡോട്ട് എറർ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് റിട്ടേൺ റെൻഡർ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കും, അങ്ങനെ നിങ്ങളെ യൂസർ നെയിം പാസ്വേഡ് തെറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും. എന്നിട്ട് റിട്ടേൺ ചെയ്യും ഹോം ഡോട്ട് HTML റിട്ടേൺസ്. സോ ഇതാണ് അതിന്റെ ലോഗിൻ വ്യൂവിന്റെ ഒരു ബേസിക് ലോഗിൻ വ്യൂ. ഇത് നിങ്ങൾ വൺസ് എഴുതി വെച്ചാൽ ജീവിതത്തിൽ പിന്നെ ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്യാം, കാരണം എല്ലാ ലോഗിൻ പേജും ഇങ്ങനെ തന്നെ ഉണ്ടാവുക, ഫങ്ഷൻസ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക, വ്യത്യാസമൊന്നുമില്ല. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ച് ഇനി ലോഗ് ഔട്ടിന്റെയും കൂടെ വ്യൂ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഇതിന്റെ ഫങ്ഷനാലിറ്റിയിലേക്ക് നീങ്ങാം. സോ ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ് ഡിഫൈൻ ലോഗ് ഔട്ട് അല്ലെങ്കിൽ ലോഗ് ഔട്ട് അണ്ടർസ്കോർ വ്യൂ. ലോഗ് ഔട്ട് റിക്വസ്റ്റ് വരുന്നു, ഇങ്ങനെയാണോ? ഓക്കെ, ലോഗ് ഔട്ട് റിക്വസ്റ്റ് വരുന്നു, റിട്ടേൺ റെൻഡർ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ്, ഓക്കെ ഫൈൻ. പക്ഷേ ലോഗിൻ ഡോട്ട് HTML ഇങ്ങനെയല്ല നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറ്. റിട്ടേൺ നമ്മൾ റീഡയറക്ട് ചെയ്യണം. റീഡയറക്ട് ലോഗിൻ ഡോട്ട് ഹോം ഡോട്ട് ലോഗിൻ അല്ല, വെറും ലോഗിൻ. നമ്മൾ ആപ്പ് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്, URL ഓക്കെ കൊടുത്തിട്ടുണ്ട്, ഹോം ലോഗിൻ ആണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഹോം ലോഗിൻ തന്നെ കൊടുക്കണം. ഈ റീഡയറക്ട് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടില്ല, അത് നമുക്ക് റെൻഡറിന്റെ ഇപ്പുറത്ത് ഇമ്പോർട്ട് ചെയ്യിക്കാം. പരിപാടി കഴിഞ്ഞു. അപ്പൊ അത് ഹോമിനകത്തുള്ള ലോഗിൻ പേജിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യും. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, ആക്ച്വലി നമ്മളുടെ സെഷൻ ഓക്കെ ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ റിക്വസ്റ്റിനെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവിടെ സെഷൻ ഓട്ടോമാറ്റിക്കലി ഫ്ലഷ് ആയി പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. അപ്പൊ ഈ സംഭവങ്ങൾ നമ്മൾ കൊടുത്തു. ഇനി ഇത് ഫങ്ഷണൽ ആക്കണ്ടേ, ഈ ലോഗിൻ ഡോട്ട് HTML വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ നമുക്ക് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. യൂസർ നെയിമിൽ നമ്മൾ അഡ്മിൻ, ഓക്കെ ആദ്യം നമുക്ക് ഇവിടെ പോയിട്ട് ലോഗ് ഔട്ട് ചെയ്യണം അല്ലെ. ഈ പേജ് ഇപ്പോഴും ലോഡ് ആവുന്നുണ്ട്, ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല. സോ ഞാൻ ഇത് റിഫ്രഷ് ചെയ്യുമ്പോഴും ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ പേജ് വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്തും എന്ത് വന്നിട്ടില്ല, ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള പേജ് വരുന്നില്ല, ചുമ്മാ പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞേ വരുന്നുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യണം, ആ പേജ് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സെറ്റിംഗ്സ് ഡോട്ട് PY വന്നിട്ട്, സെറ്റിംഗ്സ് PY എവിടെ, സെറ്റിംഗ്സ് ഡോട്ട് PY വന്നിട്ട് ഒരു വേരിയബിൾ ഉണ്ട്, ഐ തിങ്ക് അതിന്റെ പേര് ലോഗിൻ അണ്ടർസ്കോർ URL ആണ്, ഈക്വൽ ടു ഹോമിനകത്തെ ലോഗിൻ എന്ന് പറഞ്ഞ പേജ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഈ സാധനം ഒന്ന് ഇതല്ല ഇത് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്ക് വന്നു, യൂസർ നെയിം പാസ്വേഡും ചോദിക്കുന്ന പേജിലേക്ക് വന്നു. ഇതില്ലാന്ന് വിചാരിച്ചു, ഈ ഒരു വേരിയബിൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരൂല, ലോഗിൻ വന്ന് കിടക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ വരൂല, empty ആയിട്ടേ വരുള്ളൂ. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോനെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല, പോയി ലോഗിൻ ചെയ്തിട്ട് വാ എന്നാൽ ഞാൻ പേജ് കാണിച്ചു തരാന്ന് പറയും. സോ നമ്മളിവിടെ ലോഗിൻ ചെയ്യും, അഡ്മിൻ admin admin *123 എന്റർ. ഫോർബിഡൻ, ഓ ഫൈൻ ഓക്കെ. ഇത് പ്രശ്നം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫോം ആഡ് ചെയ്യുമ്പോഴും ജാങ്കോക്കകത്ത് നമ്മൾ ഫോമിന്റെ അണ്ടറിൽ CRSF ടോക്കൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഇത് ആഡ് ചെയ്ത് വെക്കണം. റിഫ്രഷ്, റീസബ്മിറ്റ്, അങ്ങനല്ല പാസ്വേഡ് admin *123 ലോഗിൻ. CRSF വെരിഫിക്കേഷൻ ഫെയിൽഡ് ആണ്, പിന്നെ അങ്ങനെ തന്നെയുള്ള നോക്കാം. ഇത് ആക്സസ് ചെയ്യുന്നു, admin *123 ഓക്കെ. അപ്പൊ നമ്മൾ ലോഗിൻ ആയി കയറിയിട്ടുണ്ട്. കണ്ടോ, നേരത്തെ ഇത് പോസിബിൾ ആയിരുന്നില്ല, ഇപ്പൊ നമ്മൾ ലോഗിൻ പേജ് ഉണ്ടാക്കി. ഇനി ലോഗ് ഔട്ട്, ഇതല്ല നമ്മൾ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ബട്ടൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലോഗ് ഔട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു URL ആഡ് ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മള് ഒരു സെക്കൻഡ്,
അപ്പം ലോഗൗട്ടിന് വേണ്ടി നമ്മളൊരു പുതിയ URL ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മൾ വ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ലോഗൗട്ടിന്റെ. നമുക്ക് അതിന്റെ URL കൂടെ ഉണ്ടാക്കാം. സോ URLിലേക്ക് വരുന്നു, എൻ്റർ അടിക്കുന്നു, പാത്ത് ലോഗൗട്ട് വ്യൂ വ്യൂസ് ഡോട്ട് ലോഗൗട്ട് വ്യൂ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. വ്യൂസ് ഡോട്ട് ലോഗൗട്ട് വ്യൂ നെയിം ലോഗൗട്ട്. അപ്പോൾ ഹോം ഡോട്ട് ലോഗൗട്ട്, ഹോം കോളൻ ലോഗൗട്ട് എവിടെ വിളിക്കുന്നു അവിടെയൊക്കെ നമുക്ക് ലോഗൗട്ട് കിട്ടും. സോ നമ്മൾ തിരിച്ച് നമ്മളുടെ ഹോം ഡോട്ട് HTML അല്ല ബേസ് ഡോട്ട് HTMLിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗൗട്ട് ഡോട്ട് SVG ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് hrefന്റെ ഉള്ളിൽ നിങ്ങൾക്ക് URL വിളിക്കാം. URL വിളിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഹോം കോളൻ ലോഗൗട്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇവിടെ വരുന്നു, റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്താ റീസബ്മിഷൻ ചോദിക്കണോ? എന്താ ഇത്? admin *123 ലോഗിൻ ചെയ്ത് കയറി. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ലോഗൗട്ട് ചെയ്യാം. ലോഗൗട്ട് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് വന്നു, admin *123. അപ്പോൾ ലോഗിനും ലോഗൗട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്മിൻ ഓക്കെ, നമുക്ക് ലോഗൗട്ട് ചെയ്തിട്ട് സെഷൻ ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അതിനുവേണ്ടി ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചു നോക്കാം. കണ്ടോ? അപ്പോൾ ലോഗിൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ URL വരുന്നത്, നമ്മൾ ആ പേജിലേക്ക് തിരിച്ചു പോകണില്ല. സോ admin *123 ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻസ് ലോഡ് ആവുന്നുണ്ട്, ഹോം ലോഡ് ആവുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫൈൻ ആണ്, കുഴപ്പമൊന്നുമില്ല. സോ അതാണ് നമ്മളുടെ ലോഗിനും ലോഗൗട്ടും. ഇനി ഇപ്പൊ ലോഗൗട്ട് ആയിട്ടില്ല അല്ലെങ്കിൽ അത് ഹാൻഡിലിംഗ്, അത് പിന്നെ പറയാം. ഓക്കെ, സോ അത്രയാണ് ലോഗിനും ലോഗൗട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവരണം. അതായത് ഇവിടെ നമുക്ക് കംപ്ലൈൻസ് ലോഡ് ചെയ്യണം. ഇവിടെ നമ്മളെ ഡാഷ്ബോർഡ് ഇതെടുക്കാം അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് ദിസ് ഇസ് ഹോമിന് പകരം എനിക്ക് എന്ത് ചെയ്യണം? ഈ പേജിനകത്ത് എനിക്ക് ടോട്ടൽ അല്ലെങ്കിൽ ഹോം പേജ് അല്ലേ, അപ്പൊ എനിക്ക് എത്ര കംപ്ലൈൻസ് ഉണ്ട്, എത്ര കംപ്ലൈൻസ് കഴിഞ്ഞു എന്നുള്ള ഡീറ്റെയിൽസ് വേണം. അതിന് മുന്നേ കംപ്ലൈന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മൾ ബില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ മോഡൽസ്. അവിടെ മോഡൽസ് ഇതിനകത്ത് നമ്മൾ കുറച്ച് ചേഞ്ചസ് രാവിലെ വരുത്തിയായിരുന്നു. പോയിന്റ് അസൈൻ ടു ഔട്ട്സോഴ്സ്ഡ് എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ്, ഫൈനൽ സ്റ്റാറ്റസ്. ഫൈനൽ സ്റ്റാറ്റസിൽ കംപ്ലീറ്റഡ് ടിക്ക് ആണെങ്കിലാണ് നമുക്ക് ആ സാധനങ്ങൾ വരേണ്ടത്. കംപ്ലീറ്റഡ് വിത്ത് ഇഷ്യൂസ് റിട്ടേൺ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? ടോട്ടൽ കംപ്ലൈൻസിന്റെ എണ്ണം ഇവിടെ എഴുതി കാണിക്കണം ഒരു ബോക്സിനകത്ത്. ടോട്ടൽ യൂസേഴ്സിന്റെ കാര്യങ്ങൾ, കാരണം ഹോം പേജ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിന്റെയും കൂടെ ഒരു ചെറിയൊരു ഓവർവ്യൂ തരുന്നൊരു പേജാണ് ഹോം പേജ്. സോ ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. നമുക്ക് കൊണ്ടുവരാം പതുക്കെ. സാധാരണ നമ്മൾ ഹോം പേജ് ഫുള്ള് പ്രൊജക്റ്റ് ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഡിസൈൻ ചെയ്യാറുള്ളൂ. നമുക്ക് തൽക്കാലം കംപ്ലൈൻസിലേക്ക് പോവാം. കംപ്ലൈൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ യൂസേഴ്സ്, കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കസ്റ്റമേഴ്സ് യൂസേഴ്സ് ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഇതൊക്കെ ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യാണ്. നമ്മളെ കംപ്ലൈൻസ് എന്നുള്ള പേജ് എവിടെയാണുള്ളത്? ഇത് നമുക്ക് ഇപ്പം ആവശ്യമില്ല, ഇതിപ്പോൾ ആവശ്യമില്ല, ഇതിപ്പോൾ ആവശ്യമില്ല. കംപ്ലൈൻസിനകത്ത് ടെംപ്ലേറ്റ്സ്, customer_complaints, ഇതാണ് നമ്മൾ HTML പേജ്. ഇതിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. ഇതിനകത്ത് ഞാൻ കംപ്ലൈന്റ് വ്യൂ എന്ന് വല്ലതും ആക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. സോ വ്യൂസിൽ വന്നിട്ട് ഓക്കെ, കസ്റ്റമർ കംപ്ലൈന്റ് അല്ല, റിട്ടേൺ ചെയ്യേണ്ട പേജ് complaint_views എന്നാണ്. കംപ്ലൈന്റിനകത്തെ complaint_views. ഇത് കോപ്പി ചെയ്യുന്നു, ഇത് നമ്മൾ റീനെയിം ചെയ്യുന്നു, കംപ്ലൈന്റ് വ്യൂസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ലാന്ന് വിചാരിക്കുന്നു. റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, ഇല്ല കുഴപ്പമൊന്നുമില്ല. കംപ്ലൈന്റ് വ്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? എല്ലാ കംപ്ലൈൻസും ഇങ്ങനെ ഒരു ടേബിളിനകത്ത് കാണിക്കണം. സോ ഈ സാധനങ്ങളൊന്നും എനിക്കിപ്പോ വേണ്ട. ഈ ബ്ലോക്ക് ടൈറ്റിൽ യൂസർ നെയിം ആണ് കാണിക്കുന്നത്. ബ്ലോക്ക് ടൈറ്റിൽ user.username അത് കാണിക്കുന്നില്ലല്ലോ. ഇല്ല, all complaints. ഓ, ഇത് സേവ് ആയിട്ടില്ല. ടൈറ്റിൽ മാറുന്നില്ലല്ലോ. നോക്കാം. ഇത് നമുക്ക് എന്തായാലും തൽക്കാലം ഈ സാധനങ്ങളൊന്നും വേണ്ട. ഇത് ഞാൻ മായച്ചു കളയാണ്.
നമുക്കിവിടെ ബ്ലോക്ക് കണ്ടന്റും എൻഡിഫ് ഉണ്ട്. എൻഡിഫിന്റെ ആവശ്യമില്ല, ഇത് മായ്ച്ചു കളയാണ്. ഇതാണ് നമ്മളെ കണ്ടന്റ് വരുന്ന സ്ഥലം. സേവ് ചെയ്തിട്ട് കംപ്ലൈന്റ് NCMS. ഓൾ കംപ്ലൈന്റ് എന്താ വരാത്തേ? ഇതിൽ വന്നു കംപ്ലൈന്റ്സ് NCMS. ഇതല്ലേ ആ പേജ്? ഇനി ഇതാണ് ആ പേജ്. ഓക്കെ, അതാ വരാത്തെ. ബ്ലോക്ക് കണ്ടന്റ് UL ഈ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പോട്ടെ, ഒക്കെ പോട്ടെ. സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഓൾ കംപ്ലൈൻസ് വന്നു. ഇതിനകത്തും ഓൾ കംപ്ലൈൻസ് വന്നു. ഈ സൈഡ് ബ്ലാങ്ക് ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ home.html അകത്ത് എന്താ ലോഡ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ കൊടുത്ത പേര് മാറിപ്പോയി. ഇതിപ്പോ കംപ്ലൈൻസ് വ്യൂ എന്ന് പറഞ്ഞിട്ടാ കൊടുത്തിട്ടുള്ളത്. ഓന്നോ, നമുക്ക് ഈ പേജ് ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് URL വ്യൂവിലേക്ക് വരാം. അതായത് ഈ കസ്റ്റമർ കംപ്ലൈന്റ് വ്യൂ, ഈ പേജ് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. കമന്റ് ചെയ്ത് വെക്കുക. ഇത് പിന്നെ ആവശ്യമുണ്ട്, അതാണ് ഞാൻ കമന്റ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഹോം അല്ല, ഇവിടെ നമുക്ക് വേണ്ടത് വ്യൂ കംപ്ലൈൻസ് ആണ്. സോ വ്യൂ കംപ്ലൈൻസ് എന്നുള്ള പേര് തന്നെ ഞാൻ ഇവിടെയും കൊടുക്കുകയാണ്. ഇതിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. നെയിമിങ് നിങ്ങൾ എപ്പോഴും കറക്റ്റ് ആക്കി വെക്കുക കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ വ്യൂ കംപ്ലൈൻസ് എന്നാണ് ഫംഗ്ഷൻ നെയിം. വേറെ അടിച്ച് കിടക്കുന്നുണ്ട്. അതിന് കാരണം URLസിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വ്യൂ കംപ്ലൈൻസ് കൊടുക്കാത്തതും കൊണ്ടാണ് എറർ അടിച്ച് കിടക്കുന്നത്. അതേപോലെ ഈ സാധനം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി അത് കമന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിപ്പോ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അറിയപ്പെടുന്ന ഇത് നമുക്ക് വ്യൂ കംപ്ലൈൻസ് എന്നുള്ള പേരിലാക്കണം. അങ്ങനെ ആക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഇതിപ്പം നോ റിവേഴ്സ് മാച്ച് കാണിക്കും, കാരണം കംപ്ലൈന്റിനകത്ത് ഹോം എന്നുള്ള പേജ് ഇല്ല എന്നാണ് പറയണേ. സോ ഇത് നമ്മൾ കോപ്പി ചെയ്ത് ഒരു പേജ് മാറ്റുന്ന സമയത്ത് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ മാറ്റേണ്ടി വരും. സോ പേരൊക്കെ ആദ്യമേ സൂക്ഷിച്ചു കൊടുക്കുക. ഹോമിനകത്ത് അത് എവിടെയായിരുന്നു ആ URL എടുക്കണേ? ഹോമിനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് navigation.html കംപ്ലൈന്റ് ഹോം. ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം മാറ്റിയാൽ മതി. നമ്മൾ എല്ലാ പേജിലും ഇത് കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ എല്ലാ പേജിലും പോയി മാറ്റണം. ഇതിപ്പോ നമ്മൾ ഒറ്റ സിംഗിൾ ടൈം മാറ്റിയാൽ മതി. കണ്ടോ, റിഫ്രഷ് ചെയ്തപ്പോൾ അത് വന്നു. കംപ്ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയി. ഓക്കെ, ഇനി വ്യൂസിലേക്ക് തിരിച്ചു വരാം. ഇതിനകത്ത് ഇപ്പൊ യൂസറിനെയും കസ്റ്റമേഴ്സിനെയും എടുത്തിട്ടുള്ളത്. നമുക്ക് യൂസറിനെയും വേണ്ട, കസ്റ്റമേഴ്സിനെയും വേണ്ട. നമുക്ക് വേണ്ടത് ആരൊക്കെയാണ്? നമുക്ക് കോണ്ടെക്സ്റ്റ് ഇപ്പൊ വേണ്ട, നമുക്ക് കംപ്ലൈൻസ് ആ വേണ്ടത് അല്ലേ? സോ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുക കംപ്ലൈൻസ് ഈക്വൽ ടു കംപ്ലൈൻസ് ഡോട്ട് ഒബ്ജക്ട് ഡോട്ട് ഓൾ. താഴെ ഞാൻ കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു എന്താ പറയണ്ടേ, കംപ്ലൈൻസ് പരിപാടി കഴിഞ്ഞു, ഇട്ട് വെച്ചു. ഇനി കംപ്ലൈൻസ് എന്ന് പറയുന്നത് ഒറ്റ ഒന്നല്ല, കുറെ സാധനങ്ങളാണ്. അപ്പൊ ഈ കംപ്ലൈൻസിനെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് കൊണ്ടുവരണം. സോ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? എനിക്കൊരു ഡിവ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഡിവിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിന്റെ ടൈറ്റിൽ, അതായത് H2 ടാഗ് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞു ഓൾ കംപ്ലൈൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു. സോ ഇവിടെ ഓൾ കംപ്ലൈൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് വന്നു. താഴെ ഞാൻ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ബൂട്ട്സ്ട്രാപ്പ് എന്നാണ് ഞാൻ ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ നമ്മൾ മുന്നേ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ബൂട്ട്സ്ട്രാപ്പ് എന്നാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ടേബിൾ എന്ന് ടൈപ്പ് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പിന്റെ ടേബിൾസ് ഇവിടെ വന്നു. നമുക്ക് സ്ട്രൈപ്ഡ് ടേബിൾസ് ഉണ്ടാവും. ഇതാണ് സ്ട്രൈപ്ഡ് ടേബിൾസ്, കണ്ടോ? സോ ഇവരെ ഞാൻ അങ്ങ് കോപ്പി ചെയ്തു. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. സോ ഇവിടെ സ്ട്രൈപ്പ് ടേബിൾസ് ഇത് കോപ്പി ചെയ്തു, അല്ലെങ്കിൽ ഇതങ്ങ് കോപ്പി ചെയ്ത് കൊണ്ടുപോകാം. നോർമൽ ഏതെങ്കിലും ടേബിൾ, ഈ ടേബിൾ അങ്ങ് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ ഇടാം. എന്നിട്ട് ഈ ക്ലാസ് അവിടെ കൊടുത്താൽ മതി. ടേബിൾ എന്ന് പറഞ്ഞ ടാഗിനകത്ത് ടേബിൾ സ്ട്രൈപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ടേബിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് അല്ല ടാഗിനകത്ത് ടേബിൾ സ്ട്രൈപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ടേബിൾ അവിടെ വന്നു. ഇനി നമ്മൾ ടേബിൾ ഡിസൈൻ ചെയ്യാൻ നോക്കണം. സോ ഇവിടെ നമുക്ക് കംപ്ലൈൻസിന്റെ യൂസർ നെയിം വേണം. പിന്നെ സ്ക്രീൻ കാണുന്നില്ല. കാണുന്നുണ്ട്, ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, യൂസർ നെയിം വേണം.
പിന്നെ കംപ്ലൈൻസിൽ എന്താ ഉള്ളത്? നമുക്ക് മോഡൽ എവിടെ? മോഡൽ ഇവിടെ വന്ന് നോക്കുക. നിങ്ങളുടെ ഹോമല്ല, കംപ്ലൈൻറ്റിന്റെ മോഡൽ. ഇത് വേറെ എന്താ ഉണ്ടാവുക? കസ്റ്റമറുടെ പേര് നമ്മൾ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം, യൂസർ നെയിം കൊടുക്കണ്ട. കസ്റ്റമർ ഐറ്റം, കസ്റ്റമർ ടൈപ്പ്, കസ്റ്റമർ ഡിസ്ക്രിപ്ഷൻ, ഹോം അഡ്രസ്, പ്ലേസ്, റോഡ്, അവർക്ക് ഫോൺ നമ്പർ, പിക്ക് പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ഡേറ്റ്, അസൈൻഡ് ടു കൂടെ വെക്കാം അല്ലേ? ഓക്കെ, പുതിയൊരു TH ഉണ്ടാക്കുന്നു. സ്കോപ്പ് ഈക്വൽ ടു കോൾ, പറയാം അസൈൻഡ് ടു. ഇതൊക്കെ ക്യാപിറ്റലൊക്കെ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് തോന്നിയ പോലെ, കാരണം അതാണ് ഫ്രണ്ട് എൻഡിൽ വരാനുള്ള സാധനമാണ്. ഫോൺ നമ്പർ അസൈൻഡ് കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും ചെയ്തു വെച്ച് ഇവിടെ നമുക്ക് തൽക്കാലം ഡമ്മി ഡാറ്റ കയറ്റാം. ടേബിൾ TR എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഓക്കെ ഡമ്മി ഡാറ്റ കയറ്റുന്നില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ഈ എല്ലാ കോളംസും നമുക്ക് ആവശ്യമില്ല, ഒറ്റ കോളം മാത്രം മതി, ഇത്രയും മതി. നമ്മളത് ലൂപ്പ് ചെയ്യാം. ഇത് പറഞ്ഞു കൊടുത്തല്ലോ നസ്മ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ ലൂപ്പിംഗ് ഒക്കെ. എന്തറിയാ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത്. കുഴപ്പമില്ല, ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആണോ? എനിക്ക് തോന്നുന്നു നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും, കാരണം ഇവിടെ ഈ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് എന്താണ് റീൽസ് തോണ്ടുന്ന സമയമാണ്. നെറ്റിന് കുറച്ച് സീൻ ഉണ്ട് ഇവിടെ മൊത്തത്തില്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? കംപ്ലൈൻസ്. ഒറ്റ സെക്കൻഡേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടേബിൾ റോ ഉണ്ട്. ടേബിൾ റോന്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത് കൊണ്ടുവരുന്നില്ല, അതൊന്നും ക്ലിക്കബിൾ ആയിരിക്കണം കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. സോ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടേബിൾ ബോഡിയിൽ, ഈ ടേബിൾ ബോഡിയുടെ അണ്ടറിൽ ഈ റോ ആണ് നമുക്ക് എന്തായി വരേണ്ടത്. പിന്നെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഓരോ റോ വരേണ്ടത്. ഇതിന്റെ താഴെ നമ്മൾ പുതിയ റോ ആഡ് ആയി വരുന്നത് ഓരോ കംപ്ലൈൻസ് വരുന്നു. സോ ഇതിന്റെ മുകളിൽ ഞാൻ ഒരു ഫോർ ലൂപ്പ് ഇട്ട് വെക്കുകയാണ്. സോ അപ്പുറത്ത് നമ്മൾ വിളിച്ചത് എന്തായിരുന്നു? നമ്മൾ ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നത് കംപ്ലൈൻസിനായിരുന്നു. സോ ഫോർ കംപ്ലൈൻസ് ഇൻ കംപ്ലൈൻസ്, ഈ എൻഡ് ഫോറിനെ ഞാൻ എടുത്തിട്ട് ഈ ടേബിൾ റോ കഴിയുന്നിടത്ത് കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഓരോരുത്തരെ വിളിച്ചു കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ ഈ TH എന്ന് പറയുന്ന സാധനം നമ്മളെ കൗണ്ടർ 1 2 3 4 എന്ന് പറഞ്ഞാൽ പോകണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഇവനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഫോർ ലൂപ്പ് സംഭവം ഉണ്ടായിരുന്നു, ഫോർ ലൂപ്പ് ഡോട്ട് കൗണ്ടർ എന്നാണെന്ന് തോന്നുന്നു. നോക്കാം, എറർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഫോർ ലൂപ്പ് കൗണ്ടർ ആണ്. പിന്നെ ഇപ്പുറത്ത് നമ്മളുടെ എന്താ പറയുക കസ്റ്റമറുടെ പേരാണ് നമുക്ക് വേണ്ടത് ഇവിടെ. സോ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു കംപ്ലൈൻസ് ഡോട്ട്, ഓക്കെ നമ്മൾ മോഡൽസിലോട്ട് വരണം. കംപ്ലൈൻസിനകത്ത് കസ്റ്റമറിനെ എടുക്കണം. കസ്റ്റമർ ഡോട്ട് കസ്റ്റമറിന്റെ എന്താ യൂസറാണ്, സോ യൂസർ നെയിം ആ വേണ്ടേ, യൂസർ നെയിം എന്ന് പറഞ്ഞു കൊടുക്കണം. നോക്കാം നമുക്കിത് വർക്ക് ആവുണ്ടോ എന്ന്. ചിലപ്പോൾ എറർ അടിക്കും, ഇല്ല. ഇപ്പൊ കണ്ടോ, ഫസ്റ്റ് നമ്പർ 1 വന്നു, ഫസ്റ്റ് കസ്റ്റമറിന്റെ പേര് വന്നു. ഇനി ഐറ്റം പറഞ്ഞു കൊടുക്കണം. സോ ഞാൻ ഈ സാധനം ഇങ്ങനെ അങ്ങ് കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ വേണ്ട പുതിയ ടൈപ്പ് ചെയ്യാം. ഇവിടെ വരുന്നു, കംപ്ലൈൻസ് ആണ്, കംപ്ലൈൻസ് ഡോട്ട് ഇപ്പുറത്തേക്ക് വന്നു, ഐറ്റം അല്ലേ അടുത്ത്, ഐറ്റം. സോ ഐറ്റമിനെ ഞാൻ കോപ്പി ചെയ്യുന്നു. ഐറ്റം എന്താ, ഫോറിൻ കീ ആ. ഫോറിൻ കീ ആവുന്ന സമയത്ത് ഈ ഐറ്റത്തിനകത്തുള്ള നെയിമാണ് നമുക്ക് വേണ്ടത്, നെയിം ഡോട്ട് നെയിം. ഇനി അടുത്ത എന്താ വേണ്ടേ, ഫോൺ നമ്പറാണ് വേണ്ടത്. സോ ഇത് നമുക്ക് മായ്ച്ചു കളയാം. ഇത് നമുക്ക് കംപ്ലൈൻസ് ഡോട്ട്
ഡോട്ട് ഫോൺ നമ്പർ എന്ന് പറയുന്ന സമയത്ത് ഫോൺ നമ്പർ എവിടെ ഫോൺ നമ്പർ ഇത് ക്യാർ ഫീൽഡ് ആണ്. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ ഡോട്ടിന്റെ ഒന്നും ആവശ്യമില്ല, ഫോൺ നമ്പർ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്താ വേണ്ടത്, അസൈൻ ടു വേണം. സോ ഈ സാധനം ഇങ്ങനെ കോപ്പി ചെയ്യുന്നു, താഴെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, അസൈൻ ടു കൊടുക്കുന്നു. അസൈൻഡ് ടു അത് യൂസറിലേക്ക് അസൈൻ ചെയ്യേണ്ടത്. സോ അത് കോപ്പി ചെയ്തിട്ട് ഫോറിൻ കീ ആണ്. ഓക്കെ, സോ ഡോട്ട് യൂസർ നെയിം കോപ്പി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇത് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ അവിടെ വന്നു. പ്രദീപ് കമ്പ്യൂട്ടർ ഇന്നത് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. ഒരു ടേബിളിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTML-ഉം പൈത്തണും കൂടെ മിക്സ് ചെയ്ത് എഴുതുന്ന ഒരു ജാങ്കോ HTML ആണ്. അവിടെ കണ്ടോ, ജാങ്കോ HTML എന്നാണ് ഇതിന് പറയാം. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, HTML-നെയും പൈത്തണയും കൂടെ മിക്സ് ചെയ്ത് എഴുതുക. സമയം 8:50 എനിക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, ഒറ്റ ഫോമിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റിൽ എങ്ങനെ തന്നെ ക്രിയേറ്റും ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാന്നുള്ള പഠിക്കും, ഡിലീറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനും പഠിക്കും. സോ നമ്മൾ റീഡ് ഇപ്പോൾ പഠിച്ചു. ഈ CRU ഈ 3 സാധനങ്ങളും നമ്മൾ 2 ഫംഗ്ഷൻ, ഒരു ഫോം, ഒരു ടെംപ്ലേറ്റ്, ഈ 3 ഫയൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, URLസും പറഞ്ഞ പോലെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ എടുത്തതിൽ ഇന്ന് എടുത്തതിലല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തതിനകത്ത് ടെംപ്ലേറ്റ് ലോഡിങ്ങിന്റെ കേസ് ഞാൻ വിനായകനും നസ്മയ്ക്കും അറിയാം, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മോനിഷ വിനായക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കിയതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഓക്കെ, ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് പ്രശ്നങ്ങളും ഡൗട്ട്സും അറിയുള്ളൂ. ഇത് ഞാൻ ഓഫീസിൽ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും റെക്കോർഡ് ആക്കിയിട്ടുണ്ട്.